തേങ്ങക്ക് ഞാൻ സക്കാത്ത് കൊടുക്കണ്ട, ഞാൻ തേങ്ങ കച്ചവടക്കാരനായി സക്കാത്ത് കൊടുക്കാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു സമുദ്ര തൊഴിലാളി കടലിൽ പോയിട്ട് ഇന്നൊരു 10 ലക്ഷം റുപ്യ ചെമ്മീനായിട്ട് വന്ന് അത് നേരെ ഇവിടെ കരയിൽ വിറ്റു. അവനൊന്നും സക്കാത്ത് കൊടുക്കണ്ട. പക്ഷെ 10 ലക്ഷം അവന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ അവൻ ആ ഒരു കൊല്ലത്തിന് സക്കാത്ത് കൊടുക്കണം. അതേ സ്ഥാനത്ത് ആ 10 ലക്ഷം ചെമ്മീൻ വാങ്ങണ കച്ചവടക്കാരുണ്ടാവുമല്ലോ, മീൻ കച്ചവടക്കാരൻ, അയാൾ എന്താവണം? സക്കാത്ത് കൊടുക്കണം. മണൽ വാരാൻ പറ്റുമോ വേറെ വിഷയം, നമുക്ക് പിന്നെ പറയാം. മണൽ വാങ്ങി വിറ്റു, അവൻ എന്ത് കൊടുക്കണ്ട? സക്കാത്ത് കൊടുക്കണ്ട. പക്ഷേ മണൽ വിൽപ്പന നടത്തുന്നവൻ സക്കാത്ത് കൊടുക്കണം. തേങ്ങ, എന്റെ പറമ്പിൽ 1000 തേങ്ങ ഉണ്ട്, 10000 തേങ്ങ ഉണ്ട്, എനിക്ക് തേങ്ങ കച്ചവടം ഇല്ല, ഞാൻ എന്ത് കൊടുക്കണ്ടില്ല? സക്കാത്ത് കൊടുക്കില്ല. പക്ഷെ എനിക്ക് തേങ്ങ കച്ചവടം ഉണ്ട്, ഞങ്ങളോടൊക്കെ തേങ്ങ വാങ്ങുന്നുണ്ട്, ആ തേങ്ങക്ക് എന്റെ തേങ്ങ ഞാൻ കൂട്ടി, അതിന് ഞാൻ എന്റെ തേങ്ങ ഞാൻ സക്കാത്ത് കൊടുക്കണ്ട, ഞാൻ തേങ്ങ കച്ചവടത്തിന് ഞാൻ സക്കാത്ത് കൊടുക്കണം. അല്ലാതെ എന്റെ കൈവശമുള്ള തേങ്ങക്കോ അടക്കക്കോ കുരുമുളകിനോ അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു കൊല്ലം തികഞ്ഞാലും ഞാൻ സക്കാത്ത് കൊടുക്കാൻ. എന്റെ തേങ്ങാക്കുള്ളിൽ ഞാൻ 1000 തേങ്ങ ഇട്ടിട്ടുണ്ട്, 10000 തേങ്ങ, 1,00,000 തേങ്ങ ഇട്ടിട്ടുണ്ട്, ഒരു കൊല്ലം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണ്ട. അതേ സ്ഥാനത്ത് ഒരു തേങ്ങ കച്ചവടക്കാരനാണ്. തേങ്ങ കച്ചവടക്കാരനെ ഞാൻ കൂട്ടിൽ വാങ്ങിയിട്ട് കൂട്ടിൽ ഇട്ടിട്ടുണ്ട്. അല്ലെ ഞാൻ കുരുമുളക് കച്ചവടക്കാരനാണ്, ഞാൻ കുരുമുളക് വാങ്ങി കൂട്ടിൽ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ സക്കാത്ത് കൊടുക്കണം. എന്താ? അപ്പോ 8 വസ്തുവിന് മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. സർവ്വസാധാരണ ഇന്നിപ്പോ നമ്മൾ പറഞ്ഞ സക്കാത്ത് കൊടുക്കേണ്ടത് ബിസിനസ് സ്ഥാപനങ്ങൾക്കും കറൻസികൾക്കും സ്വർണത്തിനും വെള്ളിക്കും, ഈ 4 നമുക്ക് ചുരുക്കാം. മനസ്സിലായി? അതായത് നമ്മുടെ ലോകത്ത് വന്നത് അതിനു മുമ്പ് സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ. ഇപ്പൊ മുമ്പൊക്കെ അബ്ദുറഹ്മാനൊക്കെ വെള്ളി നാണയം കണ്ടിട്ടുണ്ടാവൂലല്ലേ? ഉമ്മാന്റെ അടുത്തും വലിയ അടുത്തൊക്കെ വെള്ളി, എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അബ്ദുൽ കണ്ടിട്ടുണ്ടാവുമല്ലോ വെള്ളി ഇപ്പോഴും ഉണ്ട്. നമ്മളൊക്കെ എന്റെ ഒക്കെ അബ്ദുൽ കയ്യിലൊക്കെ എപ്പോഴും വെള്ളി നാണയം ഉണ്ട് പറഞ്ഞത്. ഞാൻ കൂടെ വായിച്ച ശരിയായിട്ട് 1964 ശേഷമാണ് ഈ കറൻസി സിസ്റ്റം. ഈ കറൻസി ഇന്ന് എന്തൊരു സ്ഥാനത്താണ്? സ്വർണത്തിന് സ്ഥാനത്താണ്, സ്വർണം വെള്ളിക്ക് സ്ഥാനത്താണ്. അപ്പൊ ഇന്ന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് കച്ചവട സ്ഥാപനങ്ങൾക്ക്. അത് കച്ചവടം എന്ന് പറഞ്ഞാൽ വെറും എന്ത് കെട്ടി വിറ്റോളുന്നില്ല, വലിയ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ വലിയ ജ്വല്ലറി അല്ലെങ്കിൽ വലിയ കൂൾബാർ, അങ്ങനെ കച്ചവടക്കാരനായിക്കോളുന്നില്ല. ഞാൻ ഒരു ചെറിയ കൂടയിലായിരിക്കണത്, അങ്ങനെ കച്ചവടം റിയൽ എസ്റ്റേറ്റിന്റെ പണിയാ. അവിടെ പറമ്പ്, ഇവിടെ പറമ്പ്, ഒരു 100 കോടി രൂപയുടെ പറമ്പിന്റെ കയ്യിൽ ഞാൻ വാങ്ങിയിട്ട് കാണാപ്പൊന്നും ഉണ്ടാവൂല, പക്ഷെ ഞാൻ കച്ചവടക്കാരനാണ്. അതേ സ്ഥാനത്ത് ഞാനതൊക്കെ കച്ചവടം നിർത്തിവെച്ചു. ഇനി എന്താകുന്നില്ല, ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല, അതിന്റെ മക്കൾക്കൊക്കെ ഞാൻ കൊടുക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാലും എന്താകേണ്ടതില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പൊ സക്കാത്ത് കൊടുക്കേണ്ടത് 8 സാധനങ്ങൾക്ക്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് 4 സാധനത്തിന്: കറൻസികൾക്ക്, അതുപോലെ സ്വർണത്തിന്, അതുപോലെ തന്നെ വെള്ളിക്ക്, അതുപോലെ തന്നെ ഏത് വസ്തുവിന്? കച്ചവട. അപ്പൊ സ്വർണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത് എത്രയാണ്? 85 ഗ്രാം ഉണ്ടെങ്കിൽ. അതുപോലെ വെള്ളിക്ക് സക്കാത്ത് കൊടുക്കേണ്ട 595 ഗ്രാം ഉണ്ടെങ്കിൽ. സ്വർണത്തിനും കറൻസിക്കും ഭക്ഷ്യധാന്യ വസ്തു കച്ചവട സാധനങ്ങൾക്കും 595 ഗ്രാം വെള്ളിയുടെ കാശ്. 595 ഗ്രാം വെള്ളിയുടെ കാശ്. ഇന്നിപ്പം വെള്ളിന്റെ മാർക്കറ്റ് റേറ്റ് 45,300 അല്ലേ? 40,000. അപ്പൊ 40,000 ആണെങ്കിൽ ഇപ്പോ ഈ 20,000 500, പിന്നെ 40,000 ഉള്ളൂ, 44,000 അല്ലേ? ഞാൻ 2 ദിവസം പോയി നോക്കിയപ്പോ എത്ര? അപ്പൊ 24,500, പിന്നെ 100-ന് 2,400, അപ്പൊ 26,500. അപ്പൊ 26 മനസ്സിലാക്കുക, 600 ഗ്രാമിന്റെ കാശ് ശരാശരി ഇന്നത്തെ മാർക്കറ്റ് വില. ഇത് ഇന്ന് പറഞ്ഞല്ല നാളെ ഉണ്ടാകുക, നാളെ പറഞ്ഞല്ല മറ്റന്നാളെ ഉണ്ടാകുക. അത് മാർക്കറ്റ് റേറ്റ് നമ്മൾ നോക്കണം. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 44,000 രൂപയാണ് വെള്ളിക്കെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 26,500 രൂപയുടെ ആ കയ്യിലുണ്ടെങ്കിൽ 26,500 രൂപ ഒരു കൊല്ലം പൂർത്തിയായാൽ, ഒരു കൊല്ലം അല്ലെങ്കിൽ കച്ചവടം തുടങ്ങി ഒരു കൊല്ലം പൂർത്തിയായാൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ ഞാൻ നേരത്തെ ഉണർത്തി, ഒരു കൊല്ലം പൂർത്തിയാകാതെ സക്കാത്ത് കൊടുക്കേണ്ടത് കൃഷി മാത്രമേ ഉള്ളൂ. ഒരു കൊല്ലം പൂർത്തിയാകാതെ സക്കാത്ത് കൊടുക്കേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ? കൃഷി മാത്രമേ ഉള്ളൂ. 10 ഏക്കർ വയലിരിക്കുന്നുണ്ട്, ഞാൻ അവിടെ
കൃഷി ചെയ്തു. ആദ്യത്തെ വിളയിൽ തന്നെ എനിക്ക് 150 പറ നെല്ല് കിട്ടി. പെട്ടെന്ന് എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ടല്ലോ, നന്നായി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ആയതുകൊണ്ട് അതിന്റെ സക്കാത്ത് കൊല്ലം പൂർത്തിയാകാൻ ഞാൻ നിൽക്കേണ്ടതില്ല. ഇനിയൊരു കാര്യം മനസ്സിലാക്കണം, അതിലെന്ത് കിട്ടിയില്ല? 150 പറ നെല്ല് കിട്ടിയില്ല. 3 വിളയിൽ കൂടി 150 പൂർത്തിയായി. എന്നാലും ഞാൻ അവിടെ സക്കാത്ത് കൊടുക്കണം. അപ്പോ നമുക്ക് കൊല്ലം പൂർത്തിയാകേണ്ട ആവശ്യത്ത് ഏതിൽ മാത്രം? കൃഷിയിൽ മാത്രം. വേറെ എല്ലാത്തിലും കൊല്ലം പൂർത്തിയാവണം. ബിസിനസ്സുകാരൻ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോഴേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ സ്വർണം ഒരു കൊല്ലം പൂർണ്ണമായും കയ്യിലുണ്ടേ സക്കാത്ത് കൊടുക്കേണ്ടുള്ളൂ. വെള്ളി ഒരു കൊല്ലം പൂർണ്ണമായി കയ്യിലുണ്ടെങ്കിലേ സക്കാത്ത് കൊടുക്കണം. ഈ കൊല്ലം പരിഗണിക്കുന്നത് എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. നമ്മളൊരു കണക്ക് ഇങ്ങനെ റമദാന് 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 എന്നുള്ള ശ്രദ്ധ വരുന്നുണ്ട്. സത്യത്തിൽ റമദാൻ സക്കാത്തിന്റെ മാസമല്ല. ഇനി അതുകൂടി പറഞ്ഞ പേടിയാണ്. നമ്മളൊക്കെ കച്ചവടം തുടങ്ങുന്നത് നേരെ എഴുതി വെക്കൽ നിർബന്ധമാണ്. ആ കച്ചവടം തുടങ്ങുന്നത് ജനുവരി 10, മാർച്ച് 10, ഫെബ്രുവരി 28 എന്നല്ല എഴുതി വെക്കേണ്ടത്. അതും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. അതല്ല ഇസ്ലാമിൽ പരിഗണനീയം. മറിച്ച് ഹിജരി ഡേറ്റ്, അറബി മാസം, അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പറഞ്ഞ മനസ്സിലാണ്ടോ? എന്തല്ല ബിസിനസ്സിൽ പരിഗണിക്കുന്നത്? നമ്മളൊക്കെ കല്യാണ കത്തുണ്ടാകും, അല്ലെ ബിസിനസ്സിലെ കത്തുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ അവിടെ മാർക്കറ്റ് ബിസിനസ് എഴുതി വെക്കുമ്പോൾ ഒന്ന് അവിടെ ഏത് കൂടി എഴുതി വെക്കണം? ഹിജരി ഡേറ്റ് കൂടി എഴുതി വെക്കണം. ഹിജരി ഡേറ്റും സൗരവർഷവും ചാന്ദ്രവർഷവും തമ്മിൽ ഒരു വർഷത്തിൽ 11 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഒരു വർഷത്തിൽ 11 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഇത്തവണ നോമ്പ് ഒന്നായത് എന്നാണ്? ജൂൺ 28-നാണ്. അടുത്ത വർഷങ്ങൾ നോക്കണ്ടി ജൂൺ നോമ്പ് വരല് ജൂൺ 17-നായിട്ട് വരും. ജൂൺ 17 അല്ലെങ്കിൽ 16, 11 ദിവസത്തെ വ്യത്യാസം. 3 കൊല്ലം കൂടുമ്പോൾ ഒരു മാസത്തെ വ്യത്യാസം ഉണ്ടാകും. 33 കൊല്ലം വരുമ്പോൾ ഒരു വർഷത്തെ വ്യത്യാസം ഉണ്ടാകും. 66 കൊല്ലം വരുമ്പോ 2 കൊല്ലത്തെ വ്യത്യാസം ഉണ്ടാകും. 90 വയസ്സാകുമ്പോഴേക്ക് ഏകദേശം അറബി അനുസരിച്ച് അയാൾക്ക് എത്ര 93 വയസ്സായിട്ടുണ്ടാകും. അപ്പൊ ഒരു കൊല്ലത്തിന് 11 ദിവസത്തെ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ അത് വലിയ വലിയ ബിസിനസ്സുകാരനൊക്കെ ആണെങ്കിൽ, 90 കൊല്ലത്തെ ബിസിനസ്സുകാരനാണെങ്കിൽ അവനിക്ക് 3 കൊല്ലത്തെ സക്കാത്ത് അവനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഉണ്ടാകും. അറിയാതെ അത് ഫക്കീറിന്റെ അവകാശമാണ്. അപ്പൊ ആയതുകൊണ്ട് കൊല്ലം പരിഗണിക്കുമ്പോൾ പരിഗണിക്കേണ്ടത് ചാന്ദ്രവർഷമാണ്, ഹിജരി വർഷമാണ്. എന്തല്ല നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ അല്ല, സൗരവർഷം അല്ല എന്ന് ഒന്ന്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഹിജരി വർഷം അനുസരിച്ച് എന്നാണോ തുടങ്ങി അന്ന് തന്നെ നമുക്ക് സക്കാത്ത് നിർബന്ധാകുന്നതാണ്. അത് ഞാൻ ഒരളവും കൂടി പറയാം. എത്രത്തോളം അതിൽ പറയുന്നറ. ഇപ്പോ നമ്മൾ കച്ചവടം തുടങ്ങി, നമ്മളെ വാപ്പാര് കച്ചവടം തുടങ്ങി. റബീഉൽ അവ്വൽ 1-നാണ് കച്ചവടം വാപ്പ തുടങ്ങിയത്. സഫർ 25-ന് വാപ്പ മരിച്ചു. എന്നാൽ ആ വർഷത്തെ കച്ചവടം ആവശ്യമില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇനി മക്കൾ എന്നാണോ ഏറ്റെടുക്കുന്ന മക്കൾ ചിലപ്പം ബാപ്പന്റെ 40 കഴിഞ്ഞിട്ടായിരിക്കും ബിസിനസ് തുടങ്ങുന്നുണ്ടാകുക. അപ്പൊ സഫറിൽ തുടങ്ങിയാണ്, സഫർ 25 ആണെങ്കിൽ റബീഉൽ അവ്വൽ 25, റബീഉൽ ആഖിർ 25. എന്നാ പിന്നെ ഒരു റബീഉൽ ആഖിർ 25 തൊട്ടിട്ടാണ് അവർക്ക് ഏത് കൂട്ടേണ്ടത്? ഒരു വർഷം കൂട്ടേണ്ടത്. അവിടെ വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സാധാരണഗതിയിൽ ബിസിനസ്സുകാർ അധികവും കടം വാങ്ങിയിട്ടാണ് ബിസിനസ് ചെയ്യാറുള്ളത്. അധികവും കടം വാങ്ങിയിട്ടാണ് ബിസിനസ് ചെയ്യാറുള്ളത്. അപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരു 10 ലക്ഷം റുപ്യൻ്റെത് ഉണ്ടാകും. ഒരു 40 ലക്ഷം റുപ്യ ഞാൻ പലരിൽ നിന്നും ഞാൻ കാശ് കടമായി വാങ്ങിയതായിരിക്കും. എന്നാ അല്ലെങ്കിൽ പല കമ്പനികളും എനിക്ക് കടമായി തന്നതായിരിക്കും, പലരും എനിക്ക് തന്നതായിരിക്കും. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞ ടൈമിൽ സ്റ്റോക്ക് എടുപ്പ് നടത്തുമ്പോൾ എന്റെ കടയിൽ 1 കോടി റുപ്യന്റെ ആസ്തിയുണ്ട്. അതിൽ 20 ലക്ഷം റുപ്യൻ്റെത് എന്റേതായിട്ടുള്ളൂ. മറ്റ് 80 ലക്ഷം റുപ്യൻ്റെത് കമ്പനികൾ എനിക്ക് കടമായി തന്നാണ്. അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പനികൾ നമുക്ക് പൂർണ്ണ അവകാശത്തിൽ തരാതെ, പൂർണ്ണ എന്തിനും സ്വാതന്ത്ര്യാവകാശം വരാതെ, ഇപ്പൊ നമ്മളൊക്കെ കടയിൽ പത്രം ഉണ്ടാകാറുണ്ടല്ലോ. ഈ പത്രം എങ്ങനെ ഉണ്ടാകല്? നമ്മൾ കാശ് കൊടുത്ത് വാങ്ങട്ടോ. പത്രക്കാർ പറയും നമ്മളോട്, നിങ്ങൾ കടയിൽ വെച്ചോളി, വിറ്റാല് ഞങ്ങൾ അതിന്റെ കമ്മീഷനുകൾ തന്നോളി, ഇല്ല ഞങ്ങൾ ആ പത്രം മുഴുവൻ തിരിച്ച് കൊണ്ടേക്കോളാം. അതുപോലെ ഫ്രിഡ്ജ്, ഗ്രൈൻഡ്, മറ്റേ
പെപ്സി, കൊക്കോകോള ഇങ്ങനെ തുടങ്ങിയ പലതും അത് ഇവർ കാശ് കൊടുത്ത് വാങ്ങിയിട്ടില്ല. അത് കമ്പനിക്കാരൻ ഇവിടെ വെച്ച് വിൽക്കുകയാണ്. ഇവൻ ആ കട അനുവദിക്കുകയാണ്. വിൽക്കുന്നതിന് ഇവനക്ക് കമ്മീഷൻ വ്യവസ്ഥ നൽകുകയാണ്. ഇവൻ ആ സാധനം കാശ് കൊടുത്ത് വാങ്ങിയിട്ടില്ല. അതിന്റെ നഷ്ടം ഇവൻ സഹിക്കുന്നില്ല. അത് ഇവനക്ക് ബാധ്യത വരുന്നില്ല. ഇവൻക്ക് ആ ഒരു പീസിന് ഇത്ര വിറ്റ 2 റുപ്യ അല്ലെ 3 റുപ്യ ഇങ്ങനെ എന്തുണ്ടാകുള്ളൂ, കമ്മീഷനെ ഉണ്ടാകുള്ളൂ. അത് നമുക്ക് മിൽക്കും താമില്ല, നമുക്ക് പൂർണ്ണ അവകാശമില്ല. അപ്പൊ അതിനും നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മളതൊന്നും ചെയ്യേണ്ടതില്ല. കടം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സക്കാത്ത് കൊടുത്തേ പറ്റൂ. കടം വീടാ. ഫിത്ർ സക്കാത്ത് കടമുള്ളവൻ കൊടുക്കേണ്ടതില്ല. ഫിത്ർ സക്കാത്ത് കടമുള്ളവൻ കൊടുക്കില്ല. പക്ഷെ ആ കടം എന്ന് പറഞ്ഞാല് ടാറ്റക്കും ബിർളക്കും നല്ല കടം ഉണ്ടാകും. അത് വേറെ അർത്ഥാനോ. മുമ്പ് ചാവക്കാട് ഹിബത്തുള്ള തങ്ങളെടുത്ത് എന്റെ വലിയ ഷെയ്ഖും വലിയ സൂഫിന്റെ ഷെയ്ഖ് കൂടിയാണ്, അള്ളാഹു തആല ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മഹാനകളത്ത് വന്നിട്ട് ഒരു ബിസിനസ്സുകാരൻ വന്നിട്ട് പറഞ്ഞു, കുറെ കടണ്ട്, വീടാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹിബത്തുങ്ങൾ ബാപ്പുസ്ഥാനമാർ തന്നെ എത്ര ഉണ്ട് അതിന് സ്വത്തുണ്ടോ ചോദിച്ചു. വീട്ടാന് സ്വത്ത് ഉണ്ടോ? എന്നാ വേഗം പറമ്പാണ്ട് വിറ്റുകാണ്ട് കടാണ്ട് വീട്ടിക്കാണ്ടി കടണ്ട് വീടാൻ ഓർക്കണം എന്ന് ഇങ്ങനെ അടക്കലല്ല. അങ്ങനെ ഏത് കാലത്താ കടം വീടല്? അതേ സ്ഥാനത്ത് എനിക്ക് നിർബന്ധമായി എന്റെ താമസിക്കുന്ന ഒരു വീട്, അതിന് ചേർന്ന സ്ഥലം, എനിക്കാവശ്യമായ ഡ്രസ്സുകൾ, എനിക്കാവശ്യമായ വസ്തുക്കൾ, അത് കഴിഞ്ഞ് എനിക്ക് ഭീമമായ സംഖ്യ ഉണ്ട്, എനിക്ക് വിൽക്കാനൊന്നും എനിക്കില്ല, എന്നെ ആരും സഹായിക്കാനില്ല. എന്നാൽ ഞാൻ കടണ്ടെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരാൾ ദുനിയാവിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് സക്കാത്ത് വാങ്ങുന്ന ആളും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ, ഇൻഷാ അല്ലാഹ് സക്കാത്ത് പറയുമ്പോൾ നമുക്ക് പിന്നീട് പറയാമായിരുന്നു. ഫിത്ർ സക്കാത്ത് ആവശ്യം സൗകര്യം പോലെ നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഫിത്ർ സക്കാത്ത് അല്ലാത്ത ഏത് സക്കാത്തിനും കടം പ്രശ്നമേ അല്ല. മിൻഹാജിന്റെ കിതാബിന്റെ വാക്കാണ്, ഈ ഭാരത്താണ്. അപ്പൊ ഒരു ബിസിനസ്സുകാരൻ സ്റ്റോക്ക് എടുപ്പ് നടത്തുന്ന സമയത്ത് 1 കോടി ഉറുപ്പിയുടെ ആസ്തി ഉണ്ട്. 1 കൊല്ലം പൂർത്തിയായി. അതിൽ 80 ലക്ഷം രൂപയുടേതും എന്തു വാങ്ങിയതാണ്? കടം വാങ്ങിയതാണ്. 20 ലക്ഷം രൂപയുടേതേ എന്തുള്ളൂ? അവന്റേത് സ്വന്തമായി കാശുള്ളൂ. അവൻ 20 ലക്ഷത്തിനാണോ കൊടുക്കേണ്ടത്? 80 ലക്ഷത്തിനാണോ കൊടുക്കേണ്ടത്? 1 കോടിക്കാണോ കൊടുക്കേണ്ടത്? 1 കോടിക്ക് കൊടുക്കണം. 1 കോടിക്ക് എത്ര കൊടുക്കണം? 2.5 ലക്ഷം രൂപ. 2.5 ശുഭ. ഈ 1 കോടി എന്ന് പറയുമ്പോ ഒരു ജ്വല്ലറിക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസുകാരനാണെങ്കിൽ അവന്റെ മെഷീൻ ഉപകരണങ്ങളൊന്നും അവൻ കൂട്ടേണ്ടതില്ല, അവന്റെ ഫർണിച്ചർ കൂട്ടേണ്ടതില്ല, അവന്റെ ഡെക്കറേഷൻ കൂട്ടേണ്ടതില്ല, അവന്റെ ബിൽഡിംഗ് അവൻ കൂട്ടേണ്ടതില്ല, അതൊന്നും കൂട്ടേണ്ടതില്ല. 1 ലക്ഷം രൂപ, 1 കോടി ആ കടയിലുള്ള വിൽക്കപ്പെടുന്ന വസ്തുക്കൾ. ഇപ്പോ ഞാനൊരു ടെക്സ്റ്റൈൽസുകാരനാണ്, എന്റെ ടെക്സ്റ്റൈൽസിൽ ഞാനൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ആ ഫ്രിഡ്ജ് ഞാൻ വിൽക്കാനുള്ളതില്ലല്ലോ. എന്ത് കൊടുക്കണ്ട? ഫ്രിഡ്ജ് സക്കാത്ത് കൊടുക്കണ്ട, ഫാന് ഞാൻ സക്കാത്ത് കൊടുക്കണ്ട, ഗ്രൈൻഡറിന് സക്കാത്ത് കൊടുക്കണ്ട, AC-ക്ക് ഞാൻ സക്കാത്ത് കൊടുക്കണ്ട. അതേ ഞാൻ ഇലക്ട്രിക് ഷോപ്പാ തുടങ്ങുന്നത് വെക്കുക. അപ്പൊ എന്റെ അവിടെ ഏതുണ്ടാകും? ഫ്രിഡ്ജ് ഉണ്ടാവും, ഗ്രൈൻഡർ ഉണ്ടാവും, AC ഉണ്ടാവും. അത് ഞാൻ സക്കാത്ത് കൊടുക്കും വേണം. കാരണം അതെനിക്ക് ഉപയോഗിക്കാനുള്ളതല്ല, അതെന്തിനുള്ളതാണ്? വിൽക്കാനുള്ള. അപ്പൊ ഫ്രിഡ്ജിക്ക് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് കച്ചവടക്കാരൻ കൊടുക്കണ്ടെന്നല്ല ഈ പറഞ്ഞത്. ഞാൻ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, ഞാൻ കടയിൽ ഉപയോഗിക്കുന്ന ഗ്രൈൻഡർ, ഞാൻ കടയിൽ ഉപയോഗിക്കുന്ന മറ്റു മെഷീനുകൾ, അല്ലെങ്കിൽ അവിടെയുള്ള ഡെക്കറേഷൻ, ഇപ്പൊ മേശ, കസേര, ഒരു ഫർണിച്ചർ കച്ചവടക്കാരനാണെങ്കിൽ ഓന്റെ മേശക്കും കസേരക്കും കട്ടിലിനൊക്കെ ഓൻ എന്താ വേണ്ടി വരും? ഉപയോഗിക്കുന്നതിന് ഓന്റെ ഒരു ക്യാബിൻ ഉണ്ടാവും, അതിന് ഓൻ കൊടുക്കണ്ട. ഓൻക്കിരിക്കാനുള്ള ഒരു സെറ്റ് അതിന് ഓൻ കൊടുക്കുന്നത്. വിൽക്കാനുള്ള മുഴുവൻ വസ്തുവിനും എന്താവണം? സക്കാത്ത് കൊടുക്കണം. അപ്പൊ 1 കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത്, 1 കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കേണ്ടത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അഥവാ സ്വർണത്തിനും വെള്ളിക്കും കറൻസിക്കും സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിസാബ് എത്തി, അഥവാ വെള്ളിയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കറൻസി ആണെങ്കിൽ എത്രയെന്ന് പറഞ്ഞല്ലോ? എത്ര? 26,500 രൂപ റബിയുൽ അവ്വൽ 1 ഞാൻ കിട്ടി. ആ കിട്ടിയിട്ട് ഞാൻ അടുത്ത റബിയുൽ അവ്വൽ 1 വരെ ഞാൻ സൂക്ഷിച്ചു. എന്നാൽ അടുത്ത റബിയുൽ അവ്വൽ 1 ഞാൻ കൊടുത്താൽ മതി. എനിക്ക് ശമ്പളം 4,000 റുപ്യ. അവിടെ ശമ്പളം വേർത്താനോ? ഞാൻ ഉദാഹരണം പറയാണ്. എനിക്ക് 4,000 റുപ്യ, ഞാൻ പൈസ ഒന്നും ചെലവാക്കുന്നില്ല. അത് അച്ചേക്ക് ഞാൻ ബാങ്കിൽ ഇട്ടു 4,000 ഇപ്പൊ കൊടുക്കണ്ട. പിറ്റത്തെ മാസം 4,000, അങ്ങനെ 5 മാസം 4,000, 6-ാമത്തെ മാസം 24, 7-ാമത്തെ മാസെത്തിയാൽ ഞാൻ അന്ന് തൊട്ടിട്ട്
അവിടെ കണക്ക് എഴുതാൻ വെക്കണം 26,500 റുപ്യ. എന്നിട്ട് പിറ്റത്തൊരു കൊല്ലം വരവും പൂർത്തിയാവും. അതേ സ്ഥാനത്ത് ബിസിനസ്സുകാരൻ അവനിക്ക് ഈ സംഖ്യ തുടങ്ങുമ്പോൾ വേണമെന്നില്ല. ഞാൻ വെറും ഒരു 10 റുപ്യ, വെറും ഒരു കേവലം 10 നോട്ട് വാങ്ങി 10 റുപ്യ വാങ്ങി ഞാൻ ഇവിടെ കള്ളക്കച്ചവടം തുടങ്ങിയതാണ്. അതെല്ലാവരും വാങ്ങി കിട്ടുന്ന ലാഭം മുഴുവൻ ഞാൻ ഇതിലിറക്കി, പിന്നെ ഇറക്കി. ഒരു കൊല്ലം തികയുമ്പോഴേക്ക് 26,500 റുപ്യയുടെ ആസ്തി ഉണ്ട്. കൊടുത്തോളം സക്കാത്ത് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഒരു കൊല്ലാകുമ്പോഴേക്ക്, ഒരു കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത് എന്തുണ്ടോ നോക്കിയാൽ മതി. 26,500 രൂപ അഥവാ 595 ഗ്രാമിന്റെ കാശ് കയ്യിലുണ്ടോ? അതെന്തുകൊണ്ടാണ് ഈ വെള്ളി തന്നെ കണക്കിലെടുക്കുന്നത്, സ്വർണം പരിഗണിക്കാത്തത് എന്താണ് എന്നാരെങ്കിലും സംശയിക്കുന്നുവെങ്കിൽ 1-2 കാരണങ്ങൾ ഞാൻ നിങ്ങളെ സൂചനയിൽപ്പെടുത്താം. പെട്ടെന്ന് നമ്മൾ എപ്പോഴും അവിടെ അവകാശികളുടെ ഭാഗമാണ് നോക്കേണ്ടത്. സ്വർണ്ണപ്പ് സക്കാത്ത് കൊടുക്കണമെങ്കിൽ 10.5 പവൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2,20,000 രൂപ വേണ്ടി വരും. അതേ സ്ഥാനത്ത് വെള്ളിയാണെങ്കിൽ 26,500 റുപ്യ വേണ്ടി വരും. അപ്പം പെട്ടെന്ന് നമ്മൾ ഒരു ഓട്ടോറിക്ഷ ലോറിയോട് ഇടിച്ചാൽ, ലോറി ഓട്ടോറിക്ഷ ഇടിച്ചാൽ നമ്മൾ ആരെ ഭാഗത്തേ ഉണ്ടാവുള്ളൂ? ഓട്ടോറിക്ഷന്റെ ഭാഗത്തെ നമ്മൾ നിൽക്കേണ്ട ഓട്ടോറിക്ഷന്റെ ഭാഗത്താണ്. ഒരു ചെറിയ കുട്ടിയും വലിയ കുട്ടിയും തമ്മിൽ തല്ലുണ്ടാക്കിയാൽ നമ്മൾ ആരെ കൂടെ ഉണ്ടാവുള്ളൂ? ആരെ കൂടെ ഉണ്ടാവുള്ളൂ? ചെറിയ കുട്ടിന്റെ കൂടെ ഉണ്ടാവുള്ളൂ. എന്നൊരു സാധു മുതലാളിയുമാകുമ്പോൾ നമ്മളവിടെ സാധുവിനെ സംരക്ഷിക്കാനാണ്. മുതലാളിക്ക് ബർക്കത്തിട്ടാനാണ്, മുതലാളിന് ഒരു എതിർപ്പുമല്ല. ആ നേരത്തെ പോലീസുകളൊക്കെ പറഞ്ഞു തന്നു. അപ്പോ സാധു ഒന്ന് രക്ഷപ്പെട്ടു വരട്ടെ, ആ സാധുവിന്റെ പട്ടിണി ഒന്ന് മാറ്റട്ടെ എന്ന് കരുതി ഇസ്ലാം ആരെ കൂടെ നിന്നു? ആരെ കൂടെ നിന്നു? സാധുവിന്റെ കൂടെ നിന്നു. രണ്ടാമത്തൊരു കാരണം, നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് പ്രചാരം ഉണ്ടായത് വെള്ളി നാണയമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? വെള്ളി ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തിനെ പരിഗണിക്കുന്നത്? വെള്ളിയെ പരിഗണിക്കുന്നത്. മൂന്നാമത്തത്, വെള്ളിയുടെ വിഷയത്തിൽ ആർക്കും 2 അഭിപ്രായമൊന്നുമില്ലേയില്ല. മറ്റത് 20 നിസ്കാരാണോ ചില്ലറ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട്. അഭിപ്രായ വ്യത്യാസമില്ലാത്ത എല്ലാവരും ഐക്യകണ്ഠേനയുള്ള ഒന്ന്. പിന്നൊന്ന് സൂക്ഷ്മത. ഏത്? ഈ 4 കാരണങ്ങളെ കൊണ്ടാണ് നമ്മൾ എന്തിനെ പരിഗണിക്കുന്നത്? വെള്ളിയുടെ കാശ് പരിഗണിക്കുന്നത്. അപ്പോൾ കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെ മനസ്സിലായി. ഇനി ആർക്ക് കൊടുക്കാൻ പറ്റൂല? കിട്ടാനുള്ളത് ഒരു കൊല്ലം പൂർത്തി നമ്മൾ കൊടുക്കണം. നിങ്ങളോട് ഞാൻ 10 ലക്ഷം റുപ്യ കടം വാങ്ങി, എന്നാ അതൊരു കൊല്ലം പൂർത്തിയാ ബിസിനസ്സിലാണ് കിട്ടും എന്ന് ഉറപ്പുള്ള 2 കടക്കാരുണ്ടായി. തീരെന്താക്കാത്തുണ്ട്, തരാത്ത ആളുകൾ എഴുതിത്തുള്ള കണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട. കിട്ടുമെന്ന് നിങ്ങൾക്ക് എന്തുള്ളതാണെങ്കിൽ, ഉറപ്പ് ഉള്ളതാണെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുക്കലാണ് നല്ലത്. പക്ഷേ നിങ്ങൾ കൊടുത്തില്ല, കിട്ടുന്ന സമയത്ത് കൊടുത്താലും മതി. 2 കൊല്ലത്തിൽ നിങ്ങൾ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേഗം വാങ്ങണം. നിങ്ങൾ അയാളോട് വേഗം അല്ലെങ്കിൽ നീട്ടി കൊടുത്താൽ നിങ്ങൾക്ക് അതിനകത്ത് അള്ളാഹുവിന്റെ കൂലി തരും. നിങ്ങളെ കച്ചവടത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ചെയ്ത് തരും. നിങ്ങൾ വേദാറാവണ്ട. നീ ഏത് റിയൽ എസ്റ്റേറ്റ് എന്നില്ല കിട്ടുമ്പോൾ കോടികളുള്ള ലാഭം ഉണ്ടാകുക. അതായത് വിൽപ്പന വസ്തു അല്ല. നമ്മളൊരു പറമ്പ് വാങ്ങിയാൽ, 1 കോടി ഉറുപ്പന്റെ പറമ്പ് വാങ്ങി, ഒരു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് 1 കോടി ഉറുപ്പന്റെ ആസ്തി കയ്യിലുണ്ട്. നമുക്ക് കിട്ടാനുള്ള കാശല്ലോ, നമ്മുടെ കയ്യിൽ എന്തായാലും സ്വത്ത് നമ്മുടെ കയ്യിലായില്ലേ. അപ്പൊ നമ്മൾ 1 കോടിക്ക് 2.5% 2.5 ലക്ഷം റുപ്യ നമ്മൾ കൊടുത്തോളണം. ഇനിയിപ്പോ അവിടെ വേറെ സംശയം, നമ്മൾ ഫ്ലാറ്റ് ഉണ്ടാക്കാനാ വാങ്ങിയത്, അല്ലെങ്കിൽ വില്ല ഉണ്ടാക്കാനാ വാങ്ങിയത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാനാ വാങ്ങിയത്. എന്നിട്ട് അപ്പാർട്ട്മെന്റിൽ ഉണ്ടാക്കി വിൽക്കൽ തുടങ്ങിയിട്ടല്ല കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഭൂമി എന്തിനു വേണ്ടി വാങ്ങിയതാണ്? ബിസിനസ് ആവശ്യാർത്ഥം വാങ്ങിയതാണ്. ബിസിനസ് ആവശ്യാർത്ഥം വാങ്ങിയ റിയൽ എസ്റ്റേറ്റ് ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറയട്ടെ. ഇന്നത്തെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ നിങ്ങളോട് വെറുപ്പ് ധരിക്കരുത്. റിയൽ എസ്റ്റേറ്റ് ശരിയാവണമെങ്കിൽ കൈവശം കിട്ടിയതിന്റെ ശേഷമേ നമ്മുടെ ഉടമാവകാശത്തിലാവുകയുള്ളൂ. അതിനു മുമ്പ് നമുക്ക് വിൽക്കാനോ മറ്റൊന്നും യാതൊരു അവകാശമില്ല. അഥവാ ചിലവർ പറമ്പ് വാങ്ങി കൈവശപ്പാൻ ഇപ്പം തന്നെ തന്നെന്നറിയും. ഇപ്പം തന്നെ തന്നെന്നറിയും. ഞാൻ ആദ്യമായിട്ട് പറമ്പ് വാങ്ങി എലിയംകുടം ബാപ്പു അതിന്റെ അടുത്ത മരിച്ചു. അള്ളാഹു തആല അവരെ ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് 1 റുപ്യ പോലും ടോക്കൺ ഫീസ് കൊടുത്തിട്ടില്ല. മൂപ്പരോട് ചോദിച്ചു, പൂക്കോട്ടൂർക്കാരനാണ്.
50 ലക്ഷം റുപ്യ തന്നു. എനിക്ക് പറമ്പ് നിങ്ങൾ കൈവശാവകാശം തന്നിട്ടില്ല, ആധാരം ക്ലിയർ ആകാത്തത് കൊണ്ട്. അപ്പൊ എനിക്ക് നിങ്ങൾ തരുന്ന എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ? 3 കൊല്ലം കഴിഞ്ഞിട്ടാ. പക്ഷേ നിങ്ങളെ കയ്യിൽ എന്തുണ്ട്? 50 ലക്ഷം. ആ 50 ലക്ഷം കിട്ടി 1 കൊല്ലം പൂർത്തിയാവുമ്പോൾ നിങ്ങൾ 50 ലക്ഷത്തിന് 1.25 ലക്ഷം റുപ്യ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. നിങ്ങളെ കയ്യിൽ 50 ലക്ഷം കയ്യിലിരുന്നല്ലോ. ആർക്ക്? 3 വർഷം കഴിഞ്ഞിട്ട് തന്നെ ഭൂമിക്ക്. പക്ഷെ എന്താണ്, നിങ്ങളല്ലേ ഉടമസ്ഥൻ? നിങ്ങളുടെ കയ്യിൽ ഞാൻ എന്ത് തന്നല്ലോ? 50 ലക്ഷം തന്നു. ആ 50 ലക്ഷം നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. എന്നാൽ നിങ്ങൾ എന്താവണം? സക്കാത്ത്. അതേ സ്ഥാനത്ത് ഈ 50 ലക്ഷം നിങ്ങൾ പോയി വിറ്റുകാണ്ട് നിങ്ങൾ വേറെ പറമ്പ് വാങ്ങി, നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഒന്നും ലക്ഷ്യമില്ല. നിങ്ങളെ മോക്ക് നിങ്ങൾ എന്തുണ്ടാക്കിക്കുകയാണ്? പെര ഉണ്ടാക്കാം. നിങ്ങൾ പറമ്പ് വിറ്റതാണ്. നിങ്ങൾ എന്തിനു വേണ്ടി വിറ്റത്? ഞാൻ പറമ്പ് വാങ്ങാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി വിറ്റതാണ്. നിങ്ങൾ വിറ്റത് മോക്ക് പെരണ്ടാക്കാനാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണ്, നിങ്ങൾ വേറെ എന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ടാക്കാനാ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട. അതേ സ്ഥാനത്ത് ആ 50 ലക്ഷം 1 കൊല്ലം തുടരെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 കൊല്ലം പൂർത്തിയാകുമ്പോൾ 50 ലക്ഷത്തിന് 1.25 ലക്ഷം റുപ്യ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. ഇത് പൂർത്തിയാകുന്നത് വരെ എന്റെ ഉടമാവകാശത്തിലല്ല 50 ലക്ഷം. 3 വർഷം കഴിഞ്ഞ് ക്ലിയർ ആകുന്നത് വരെ ഞാൻ കൊടുത്ത കാശിന്റെ പൈസ ഞാൻ തന്നെ സക്കാത്ത് കൊടുക്കണോ? അതേ ക്ലിയർ ആയില്ല. പക്ഷെ ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ എന്താകുമായിരിക്കും ചെയ്യുക? എനിക്ക് തിരിച്ച് തരികയായിരിക്കും ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? പറമ്പിന്റെ ഉടമസ്ഥാവകാശം കച്ചവടം എന്തായിട്ടില്ലല്ലോ, ഉറച്ചിട്ടില്ലല്ലോ. അപ്പം പിന്നെ ഞാനാണ് എന്താ സക്കാത്ത് കൊടുക്കേണ്ടത്. അതായത് അവന്റെ ഉടമാവകാശം കച്ചവടം ഉറച്ചെങ്കിൽ ലാസിമാ മിൽക്ക് എന്ന് പറഞ്ഞാൽ കച്ചവടം കൊടുത്ത് അജബ്തുക വഖബിൽതു എന്ന് പറഞ്ഞ് നമ്മൾ കച്ചവടം നമ്മൾ ഉറച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ആരുടെ കാശായിട്ട്? അവരുടെ കയ്യിലായിട്ട്. ഇപ്പൊ എന്തിനു മാത്രമുള്ളതാണ് ഡോക്യുമെന്ററി ക്ലിയർ ആകാൻ വേണ്ടി ഉണ്ടാകുന്ന താമസമാണ് അതുള്ളത്. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. എന്നാൽ ആ കിട്ടിയാൾ എന്താകേണ്ടതുണ്ട്? സക്കാത്ത് കൊടുക്കേണ്ടത്. അതേ സ്ഥാനത്ത് കച്ചവടം എന്തായില്ല? ആയില്ല. ആർക്ക് കാശ് കയ്യിൽ തിരിച്ചു കിട്ടി? എന്റെ കയ്യിൽ കാശ് തിരിച്ചു കിട്ടി. അപ്പൊ അത് കൊടുക്കേണ്ട ആരായിരിക്കും? ഞാൻ. തിരിച്ചു കയ്യിൽ കിട്ടുമ്പോൾ കൊടുത്താൽ മതി. 3 കൊല്ലത്ത് ഒന്നായിട്ട് കൊടുക്കണം. ഓരോ കൊല്ലത്തിനും 1.25 ലക്ഷം രൂപ വീതം വെച്ച് സക്കാത്ത് കൊടുക്കണം. ആഭരണം ഉപയോഗിക്കാതെ, അഥവാ ആഭരണത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയാണ്, ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇത് ഞാൻ എന്താക്കാൻ വേണ്ടി സൂക്ഷിപ്പ് സ്വത്തായി എന്ന് കരുതിപ്പോയാൽ അതുകൊണ്ട് 1 കൊല്ലം. അപ്പോഴും ഇല്ല, അതുകൊണ്ട് 1 കൊല്ലം. അതേ സ്ഥാനത്ത് ആഭരണം അടക്കട്ടെ, മറ്റേ മോളെ കെട്ടിക്കുമ്പോൾ എനിക്ക് എന്താക്കണം? ഇത് മോഡൽ മാറ്റിയിട്ട് വേറെ ആക്കണം. അപ്പോൾ ഞാൻ സൂക്ഷിക്കാനല്ല കരുതിയത്, ഇത് എന്താക്കാനുള്ളതാണ്? ആഭരണമാക്കാം. അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, എനിക്ക് ആഭരണത്തിൽ താല്പര്യമില്ല, ആവശ്യം ഉണ്ടാവും ഉപയോഗിക്കുക. ഞാൻ സൂക്ഷിപ്പ് സ്വത്ത് എന്നെപ്പോൾ മനസ്സിൽ കരുതുന്നു, ആ കരുതി അന്ന് തൊട്ട് പിന്നെ 1 കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നത്. നമ്മൾ ഇൻഷാ അല്ലാഹ് മസ്അല പറഞ്ഞതിന് ഒന്നായിട്ട് ചോദ്യത്തിന്റെ അപ്പൊ ഞാൻ ഈ 50 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കണോ വേണ്ടത്? അതായത് അയാളുടെ കയ്യിലുകൾ കൊടുത്ത് ഭൂമിന്റെ കാശായി വീടും ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അയാൾ എന്താവണം? അതിന് സക്കാത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഇത് വിൽക്കാനുള്ള ഭൂമി ആകുന്നത്, നിങ്ങൾക്ക് ഉറപ്പാകുന്നത് കൈവശം തരുന്ന ടൈമിലാണ്. അതുവരെ നിങ്ങൾക്ക് എന്തായിട്ടില്ല? വിൽക്കും താമ്. മറ്റേ കാശ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതിനു വേണ്ടി എന്താ കൊടുത്തു കയ്യിലല്ലോ പോയിട്ടുണ്ടല്ലോ. വേണ്ട. നിങ്ങൾ എന്താക്കണത്? ഈ കയ്യിലുള്ളതിന്, നിങ്ങളെ പറമ്പിന് നിങ്ങളെ കയ്യിൽ എന്നായോ അന്ന് തൊട്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ കച്ചവടത്തിൽ അതാണ് നോക്കട്ടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്റ്റോക്കിന് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഞാൻ വാങ്ങിയ വിലക്കാണോ വിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ വിൽക്കണ വിലക്കാണോ കൊടുക്കേണ്ടത്? അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറപ്പ്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ സ്വർണത്തിന് ഇതേ ടൈമിൽ ഈ 24,000 റുപ്യ പവനുണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് പവൻ എന്തേ ഉള്ളൂ? 21 22 ഉള്ളൂ. ആ 24,000 കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. അതേ സ്ഥാനത്ത് ഇന്നത്തെ വില, അത് ഇന്ന് നമ്മൾ വിൽക്കണ വില അല്ല നോക്കുക. ചിലപ്പോ നിങ്ങൾ എനിക്ക് എന്താകും? തങ്ങളാപ്പല്ലേ, കാതിയരല്ലേ, മൊയ്ലിയരല്ലേ, മൊല്ലാക്കല്ലേ എന്നൊക്കെ സ്നേഹിച്ചിട്ട് നിങ്ങളിപ്പോ ചിലപ്പോ 1 പവൻ 16 റുപ്യക്കൊന്നും വരും. അതും പരിഗണിക്കൂല. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ്, ഇന്നത്തെ മാർക്കറ്റ് പവൻ എത്രയാണോ മാർക്കറ്റ് റേറ്റ്. നിങ്ങൾ വിൽക്കുന്നത് പലർക്കും പല രൂപത്തിലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അളിയന്മാര് വന്ന് നിങ്ങൾ അളിയന് നിങ്ങൾ വില ഉറച്ചിട്ട് നിങ്ങൾ 20,000 നിങ്ങൾ
കൊടുത്തു തരും. ഒരു പരിചയമില്ലാത്ത ഒരാളെ വന്ന് ഇയാളോട് കുറച്ച് കൂടുതൽ വസൂലാക്കിയാൽ തരക്കില്ലാന്നുണ്ടെങ്കിൽ 25,000 വാങ്ങി തരും. അപ്പൊ അതൊന്നുമല്ല നോട്ടം. നിങ്ങൾ എത്രക്ക് വിൽക്കുന്നു എന്നല്ല, നിങ്ങൾ എത്രക്ക് വാങ്ങി എന്നല്ല, ഇന്ന് അതിന് മാർക്കറ്റ് റേറ്റ് എത്ര എന്നാണ് പരിഗണിക്കേണ്ടത്. ആ മാർക്കറ്റ് റേറ്റിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത് മസ്കൽ പറഞ്ഞു കേട്ടതാക്കല്. ഒരു കടയില് ഒരു കടക്കാരന് സക്കാത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഒരു കടക്കാരന് സക്കാത്ത് കൊടുക്കേണ്ടത് വിൽക്കണ വിലക്കല്ല, അല്ല വാങ്ങുന്ന വിലക്കല്ലോ, അല്ല വാങ്ങുന്ന വിലക്കുമല്ല, വിൽക്കുന്ന വിലക്കുമല്ല, മാർക്കറ്റ് റേറ്റ്. അത് മാർക്കറ്റ് റേറ്റിന് കൊടുക്കേണ്ടത്. ഈ മാർക്കറ്റ് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ വളർന്നാൽ ചെയ്യുന്ന കച്ചവടക്കാരനോ, അപ്പൊ അവർ ഏത് ഹോൾസെയിൽ റേറ്റ് ആണോ റീറ്റെയിൽ റേറ്റ് ആണോ? ഇവൻ ഹോൾസെയിൽ കച്ചവടക്കാരനാണോ റീറ്റെയിൽ കച്ചവടക്കാരനാണോ? രണ്ടും കൂടെയാണ്. ഹോൾസെയിൽ റേറ്റിനും റീറ്റെയിലിന്റെ നിലവാരത്തിലും വെച്ചിട്ട് ഒരു സാധനം തന്നെ ഒരു ചാക്ക് വെച്ചിപ്പോ ചാക്കിൽ അരിയൊക്കെ ആണെങ്കിൽ 10 രൂപ ഹോൾസെയിൽ റേറ്റ് കൊടുക്കും. അതേസമയം 10 രൂപ എന്നാൽ ഒരു സാമാന്യഗതിയിൽ രണ്ടും കൂടി കൂട്ടിക്കലർത്തിയതാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെച്ചിട്ട് കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി നമ്മൾ ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇഷ്ടം പോലെ നമ്മൾ പറഞ്ഞ് പ്രധാനപ്പെട്ട മസലുകൾ പറഞ്ഞു തീർക്കുക. ഇപ്പം സക്കാത്ത് കൊടുക്കേണ്ട വസ്തുക്കളാണ് പറഞ്ഞത്. ഇനി സക്കാത്ത് കൊടുക്കാൻ പറ്റാത്ത ആളുകൾ, അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. സക്കാത്ത് കൊടുക്കാൻ പറ്റാത്ത ആള് 5 വിഭാഗത്തിന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. 5 വിഭാഗത്തിന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അതിന് പ്രത്യേകം അല്ലെങ്കിൽ 8 വിഭാഗത്തിന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. 8 വിഭാഗം എന്ന് പറഞ്ഞാൽ, ഒന്ന്, കുട്ടികൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല. ശരിക്കും ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് 27-നൊക്കെ ചെറിയ കുട്ടികൾ വരുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സക്കാത്ത് വീടുകയില്ല. കുട്ടികൾക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ പെരുന്നാൾ പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു 10ന്റെ ഓട്ടോ നിങ്ങൾ വേറെ അത് അവിടെ എടുത്ത് വെച്ചേക്കണ്ടി, അത് സദക്കായിട്ട് നിങ്ങൾ എന്തായക്കണ്ടി കൊടുത്തേ. കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഭ്രാന്തന്മാർക്ക് കൊടുക്കാൻ പാടില്ല. അവർക്കൊന്നും മടക്കി അയക്കണം എന്നല്ല പറഞ്ഞത്. കുട്ടികളൊന്നും ഇനിയിപ്പോ വന്നാണ്ട് സ്വലാത്തുകാരുടെ ക്ലാസ് ഉണ്ട്, ഇനി കുട്ടികൾക്ക് പൈസ 2-6 മടക്കി അയക്കരുത്, വീട്ടിൽ വന്ന് ആരും മടക്കി അയക്കരുത്, ഓരോ സന്തോഷത്തിന് എന്തെങ്കിലും വേറെ കാശ് എടുത്തിട്ട് കൊടുക്കാൻ, സക്കാത്തിന്റെ പൈസ നിങ്ങൾ എടുത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കും കൊടുക്കരുത്. സഫീഹിന്, ബുദ്ധി ഇല്ലാത്ത മന്ദബുദ്ധികളായ ആളുകളുണ്ടാകുമല്ലോ, അപ്പം മന്ദബുദ്ധികൾക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ ഭ്രാന്തന്മാർക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ വൈറുന അമുസ്ലിമിനും, നമ്മൾ ജീവിക്കുന്ന നാട് ഏതാണ്, സൗകര്യം അതൊക്കെ മനസ്സിലാക്കണം. ഇപ്പൊ ഫിത്ർ ഉലൂഹിയത്താണെങ്കിലും അഖീഖയാണെങ്കിലും ഇങ്ങനെ തുടങ്ങിയതൊക്കെ നമ്മൾ എന്താകുന്നത് മസല അവർക്ക് കൊടുക്കാൻ പറ്റൂല. പക്ഷേ അവർക്കൊന്നും കൊടുക്കരുത് എന്നല്ല മസല. പക്ഷെ എന്റെ വീട്ടിലൊക്കെ ഇപ്പൊ എന്റെ തൊട്ടയൽവക്കത്തെ അയൽവാസികൾ ഹൈന്ദവ സഹോദരങ്ങളാ. അപ്പൊ ഞാൻ അവിടെ ഉലൂഹിയത്തോ അഖീഖയോ അറുത്താൽ ഞാൻ അന്ന് വേറെ ഇറച്ചി വാങ്ങിയിട്ട് ഓൽക്ക് വേറെ കൊടുക്കും. കാരണം അവർ നമ്മൾ എന്താ ഒരു വർഗീയമോ മറ്റു വിവാദമോ നമ്മൾ ഉണ്ടാക്കണ്ട. പക്ഷെ ഈ മാംസത്തിൽ എന്ത് കൊടുക്കരുത്, അവർക്ക് കൊടുക്കരുത്. പക്ഷെ അവരൊന്നും കൊടുക്കാതെ നമ്മൾ നിങ്ങൾക്ക് ഇത് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് തരൂതാന്ന് പറയുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് ക്ലാസ് എടുത്ത് ഇതൊക്കെ ചെയ്യുന്ന നമുക്ക് എന്തായി കൂടെ 1 കിലോ അല്ലെ 2 കിലോ ഒരു 5 കിലോ അവർക്ക് നമുക്ക് വേറെ കൊടുക്കും. ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെ മടക്കി വിടരുത്. അതുപോലെ തന്നെ ആർക്കും മടക്കി വിടരുത്, ഭ്രാന്തന്മാരെ മടക്കി വിടരുത്. അതുപോലെ തന്നെ മന്ദബുദ്ധികളായ കുട്ടികളെ മാത്രമല്ല, ഓരോക്കെ നല്ലോണം മന്ദബുദ്ധികളായ കുട്ടികളൊക്കെയാണ് നല്ലോണം സ്നേഹിക്കേണ്ടവരും നല്ലോണം സഹായിക്കേണ്ടവരാണ്. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കരുത്. സക്കാത്ത് വീടുന്നതല്ല. അതുപോലെ തന്നെ ആർക്ക് കൊടുത്താൽ വീടുന്നതല്ല, ഭ്രാന്തന്മാർക്ക് കൊടുത്താൽ വീടുന്നതല്ല, മന്ദബുദ്ധികൾക്ക് കൊടുത്താൽ വീടുന്നതല്ല, ഓയുറുന കൊടുത്താൽ വീടുന്നതല്ല, അടിമക്ക് കൊടുത്താൽ വീടുന്നതല്ല. പിന്നീട് വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, മൻ തൽസമു അലൈഹിം നഫഖതുഹും, ചെലവ് കൊടുക്കൽ നിർബന്ധമാർക്കും കൊടുക്കാൻ പറ്റൂല. നിങ്ങളെ സക്കാത്ത് നിങ്ങളെ ഭാര്യമാർക്ക് കൊടുക്കാൻ പറ്റൂല. നിങ്ങളെ സക്കാത്ത് ഭാര്യമാർക്ക് കൊടുക്കാൻ പറ്റൂല. നിങ്ങളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂല. പക്ഷെ നിങ്ങളെ ജ്യേഷ്ഠന്മാർക്ക് കൊടുക്കാം, നിങ്ങൾ അനുജന്മാർക്ക് കൊടുക്കാം, നിങ്ങളെ സഹോദരിമാർക്ക് കൊടുക്കാം എന്നല്ല, അവരെയാണ് നിങ്ങൾ ആദ്യം പരിഗണിക്കേണ്ടത്. ഇനി നിങ്ങളുടെ മക്കളിൽ പെൺകുട്ടികളെ കെട്ടിച്ചയച്ചെങ്കിൽ, പെൺകുട്ടികളെ കെട്ടിച്ച് അയച്ചെങ്കിൽ ആ പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ സമ്പത്ത് മതിയാകുന്നില്ല, ഭർത്താവിന്റെ മതിയാകുന്നു. അമോശാങ്കന്റെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇളയച്ചൻ അവിടെ നല്ലോണം നോക്കുന്നുണ്ട്. പക്ഷെ ഭർത്താവ് എന്താകുന്നില്ല, ഭർത്താവിന്റെ പിന്നെ അവകാശമുള്ള കിട്ടുന്നു. എന്നാൽ നിങ്ങൾക്ക് ആർക്ക് കൊടുക്കാം? നിങ്ങളെ കെട്ടിച്ച മകൾക്ക് കെട്ടിക്കലോടുകൂടെ മകളുടെ അവകാശം നിങ്ങൾ ആരിലേക്ക് വിട്ടുകൊടുത്തു? മരുമകളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുത്തു. ആ മരുമകന് അവിടെ എന്താകുന്നില്ല, മതിയായ കിട്ടുന്നില്ല. പക്ഷെ ആ വീട്ടിൽ വാപ്പ നല്ലോണം എന്താകുന്നുണ്ട്,
നോക്കുന്നത്. പക്ഷെ അതൊന്നും എന്തുള്ളതല്ല, ഒരു സുഖമുള്ള നോലതല്ലല്ലോ ഉള്ളത്, അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി മക്കൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞെടുത്തും ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അഥവാ മക്കൾക്ക് നിങ്ങൾ നൽകേണ്ട ചെലവേ കൊടുക്കേണ്ടുള്ളൂ. ഫക്കീറുമാര് മിസ്കിന്മാർ ആ വിഹിതത്തിൽ നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ കടക്കാരൻ, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ പറഞ്ഞു, കടക്കാരൻ എന്ന നിലക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ കൊടുക്കേണ്ടത്, കൊടുക്കാൻ പറ്റാത്ത 8 വിഭാഗം. ഒന്ന് കുട്ടികൾ, പിന്നെ ഭ്രാന്തന്മാർ, പിന്നെ മന്ദബുദ്ധികൾ, പിന്നെ വയുറുന കാഫ്, പിന്നെ അടിമ കൊടുക്കുക. പിന്നെ നമുക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായ, ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആര് മാത്രമാണ്? ഞാൻ എന്റെ ചെലവ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊടുക്കുക എന്റെ ഭാര്യന്റെ, എന്റെ ഭാര്യന്റെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെലവ് കൊടുക്കേണ്ട എന്റെ ചെറിയ കുട്ടികളുടേതാ, ചെറിയ കുട്ടികളുടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉമ്മന്റെതാ, പിന്നെ ഞാൻ എന്റെ വാപ്പന്റെതാണ്, പിന്നെ ഞാൻ എന്റെ വലിയ മക്കളുടേതാണ്. അപ്പൊ എന്റെ അളാപ്പാരി, എന്റെ മൂത്താപ്പാരി, അല്ലെങ്കിൽ എന്റെ അളിയന്മാര്, അല്ലെങ്കിൽ എന്റെ അനുജന്മാര്, അല്ലെങ്കിൽ എന്റെ അമ്മാമ്മമാര്, ഇങ്ങനെ തുടങ്ങിയവരൊന്നും എന്തിൽപ്പെട്ടവരല്ല, എന്റെ ആശ്രിതരിൽ പെട്ടവരല്ല. അവർക്ക് സക്കാത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടവരാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അയൽവാസികൾ. അപ്പോൾ ആശ്രിതർക്ക് സക്കാത്ത് കൊടുക്കരുത്. ഇപ്പൊ എത്ര വിഭാഗമായി? എന്തായി? 6 ആൾ. പിന്നെ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല വനിയിന്, മുതലാളിക്ക്. ആര്? മുതലാളി. മുതലാളി എന്ന് പറഞ്ഞാൽ ആരാ? അത് നമ്മൾ മനസ്സിലാക്കണം. മുതലാളി എന്ന് പറഞ്ഞാൽ മൻ ലഹു കസ്ബുൻ ലായികുൻ ഔ ലഹു മാലുൻ യക്ഫീഹി ലിൽ ഗാലിബി. അഥവാ സാധാരണഗതിയിൽ ഒരു 10-60 വയസ്സുള്ള ഒരു മനുഷ്യൻ ജീവിക്കുക. ആ 10-60 വയസ്സ് ജീവിക്കാൻ ആവശ്യമായ സ്വത്തുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പറമ്പുണ്ട്. അവനക്ക് എന്താക്കാൻ പറ്റില്ല, സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. അല്ലെങ്കിൽ മാന്യമായ തൊഴിലുണ്ട്. എന്റെ കുടുംബത്തിന് വേണ്ടത് ഒരു മാസത്തിന് 15,000 റുപ്യാണ്. എനിക്ക് ആ 15,000 റുപ്യ മാന്യമായ ശമ്പളം എനിക്ക് ലഭിക്കുന്നുണ്ട്, മാന്യമായ ഞാൻ ചെയ്യും. അവനും ഏതിൽപ്പെട്ടതാണ്? സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഇത് കുറെ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലെന്നറിയില്ല. തങ്ങന്മാർക്ക് എന്ത് കൊടുക്കാൻ പാടില്ല? ദയവ് ചെയ്തിട്ട് തങ്ങന്മാർക്ക് എന്ത് കൊടുക്കരുത്? സക്കാത്ത് കൊടുക്കരുത്. ഇതിന്റെ അർത്ഥം തങ്ങന്മാര് നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓലെല്ലാം കൂടി നിങ്ങൾ പട്ടിണിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. തങ്ങന്മാര്, ഞാൻ നേരത്തെ പറയും കുട്ടികൾക്ക് കൊടുക്കരുത് പറഞ്ഞാല്, മന്ദബുദ്ധികൾക്ക് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ, അതുപോലെ തന്നെ ഭ്രാന്തന്മാർക്ക് കൊടുക്കരുത് പറഞ്ഞാ, കാഫിര്യങ്ങൾക്ക് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ അർത്ഥം ഓലൊന്നും പുറത്ത് അനക്കൊന്നും ഞാൻ സക്കാത്ത് തരൂല, അനക്ക് തരാൻ പറ്റൂല എന്നവിടെ സ്വലാത്തിലകർന്ന് പറയുന്നത് അതുപോലെയല്ല. അവരൊക്കെ മാന്യമായി എന്താകണം, പരിഗണിക്കും. ഈ പരിഗണിക്കേണ്ടതിൽ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ടവരാണ് നിങ്ങളുടെ നാട്ടിൽ പരമദരിദ്രരായ ആരുണ്ടെങ്കിൽ, സാദാത്തുക്കൾ ഉണ്ടെങ്കിൽ. സാദാത്തുക്ക് കൊടുക്കരുതെന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഇന്നമാഹിയ ഔസാഫുന്നാസ്, ഇന്നമാഹിയ ഔസാഫുന്നാസ് ലാ തഹില്ലു ലി അഹ്ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദിൻ. ഇത് എന്ന് പറഞ്ഞാൽ ചേറ് ഒഴിവാക്കി മാറ്റില്ല. 2.5% ഞാൻ നേരത്തെ പറയും, അസൂയ വരാതിരിക്കാൻ, ഓൽക്ക് വെറുപ്പില്ലാതെക്കാൻ, ഓൽക്ക് സന്തോഷം ഉണ്ടാകാൻ, അങ്ങനെ കൊടുത്തുണ്ടാക്കലാണ്ട്. നമ്മളില്ല ചോറ് വയ്ക്കുമ്പോൾ ഒരു എച്ചിലിങ്ങോട്ട് കൊടുക്കാണ്ട് പോയിക്കോട്ടെ, ചിലപ്പം കണ്ണിററ്റാക്കൊക്കെ വലിച്ചെറില്ലോ എന്ന മാതിരി കൊടുക്കാനുള്ള ആൾക്കാരല്ല ആരെന്ന് പറഞ്ഞാല്, തങ്ങന്മാരെന്ന് പറഞ്ഞാൽ. ആയതുകൊണ്ട് തന്നെ തങ്ങന്മാർക്ക് നിങ്ങൾ അങ്ങനെ ഒരു സാധനം, നേർച്ചയായ സാധനങ്ങൾ, അത് കഫാറത്തായാലും കൊടുക്കാൻ പാടില്ല. അത് നേർച്ചയായ ഉലൂഹ്യത്തിന്റെ ഇറച്ചി നേർച്ചയാക്കിയാണെങ്കിൽ അത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഹദിയ എന്ന് പറഞ്ഞാൽ പാരിതോഷികം. അതിപ്പോ നിങ്ങൾ മന്ത്രിമാർക്കൊക്കെ കൊടുക്കില്ലേ, MLA കൊടുക്കില്ലേ, SP കൊടുക്കില്ലേ? ആ കൈക്കൂലുള്ള ആൾക്ക് എന്തെങ്കിലും അവിഹിതങ്ങൾ, അത് ഹറാമായി മാറി, റിശ്വയായി മാറി. നിങ്ങൾക്ക് ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും കാര്യം സന്തോഷിപ്പിച്ചു തന്നു. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളെ മക്കളൊക്കെ ഗൾഫിൽ പോയി എന്നിട്ട് വാപ്പ ഒരു പെണ്ണ് എടുത്തോളി, ഒരു തൊപ്പി എടുത്തോളി എന്ന് പറഞ്ഞാൽ പെണ്ണും മോന് 2 കിൻഡല് സാധനമായിട്ട് വന്നിങ്ങനെ, അല്ല 4 കിൻഡല് സാധനമായിട്ട് വന്നിന്. നേരം വെളുത്തതിന്റെ ശേഷം ഭാര്യന്റെ അടുത്ത് ഞാണ്ട് എന്താകുക, ഒരു തൊപ്പിയും കൊടുത്ത് അയച്ചിക്കണ്, ഒരു പെണ്ണും കൊടുത്ത് അയച്ചിക്കണ്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുക, വെറുപ്പുണ്ടാകുക? ആണത്തുള്ള വാപ്പാണ് ചുറ്റി ഇറക്കിയിട്ട് വേണം കുറച്ചും കൂടി കൂട്ടി പോകാൻ, ഈ ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ അപ്പം എൻ്റെ തന്നെ വിഷമില്ല എന്ന് പറയും. അതേ സ്ഥാനത്ത് നിങ്ങളൊരു അയൽവാസി ഗൾഫിൽ നിന്ന് വന്നിങ്ങനെ ഒരു കാലി പെണ്ണ് നിങ്ങൾക്ക് കൊണ്ടുപോയി തന്നിങ്ങനെ, അതോ
സന്തോഷം സ്വീകരിക്കും. നേരത്തെ പെന്നുണ്ട്, തൊപ്പിയുണ്ട്, വായലുമുണ്ട്, അല്ല കണ്ണടിയുണ്ട്. ഇതെന്ത് മാത്രമേ ഉള്ളൂ? കാരണം വാപ്പ മക്കളും വാപ്പി എന്നുള്ള കടപ്പാടനുസരിച്ച് ഈ സാധനം മുഴുവൻ ആരെ കൈ കൊണ്ടേ കൊടുക്കേണ്ടതാണ്? ബാപ്പന്റെ കയ്യിൽ കൊടുത്തിട്ട് ബാപ്പ ദോരിച്ചു കൊടുക്കാൻ വേണ്ട. ഹസനാത്തുൽ അബ്റാരി സയ്യാത്തുൽ മുഖറബി. അപ്പൊ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ, അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ബനു ഹാഷിം വ ബനുൽ മുത്തലിബ്, അഥവാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ ഉപ്പ ഹാഷിം, അവരുടെ ഉപ്പ അബ്ദുൽ മനാഫ്. അബ്ദു മനാഫിന് 4 മക്കളുണ്ടായിരുന്നു. അബ്ദു മനാഫിന് 4 മക്കള്. ആ 4 മക്കൾ എന്ന് പറഞ്ഞാല് അബ്ദു ഷംസ്, നൗഫല്, ഹാഷിമ്, മുത്തലിബ്. അതിൽ അള്ളാന്റെ റസൂൽ ഏത് പരമ്പരയിൽപ്പെട്ടാണ്? ഹാഷിം പരമ്പരയിൽ പെട്ട. അതേ മഹത്വമാണ് ആർക്കും നൽകിയത്? ബനു മുത്തലിബിനും നൽകിയത്. പക്ഷെ അതേ അവകാശമുള്ള അതേ ചോരബന്ധാണ് ബനു അബ്ദു ഷംസും ബനു നൗഫലും. പക്ഷേ ഓലെന്തല്ല ഈ പരിഗണനയില്ല. കാരണം ജാഹിലിയ്യ കാലത്ത് അവർ വല്ലാതെ അള്ളാന്റെ റസൂലിനെ വേദനിപ്പിച്ചവരാണ്. ആര്? ബനു അബ്ദു ഷംസും ബനു നൗഫൽ. ബനു മുത്തലിബാവട്ടെ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പും അവർ എന്തായിട്ടുണ്ട്? അവർ അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അപ്പം ബനു ഹാഷിമിന്റെ അതേ ഗ്രേഡ് ആർക്കും നൽകി? ബനു മുത്തലിബിനും നൽകി. ആ പരമ്പരയിൽപ്പെട്ടവരാണ് അഹ്ലു ബൈത്ത്, ആലുൻ നബി എന്ന് പറയുന്നവർ. നമ്മൾ ഈ ചരിത്രം മനസ്സിലാക്കാതെ വെക്കുന്നത് വളരെ വലിയ അപകടമാണ്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സംഭവം ഉണ്ടായി, സാന്ദർഭികമായിട്ട് ഉണർത്തട്ടെ, നമ്മളൊന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ വീട്ടിൽ ഒരു 5-6 ആൾക്കാർ വന്നു. എല്ലാം ബിടെക്കുകാരാണ്, സിവിലും മെക്കാനിക്കും ഒക്കെ കഴിഞ്ഞ എഞ്ചിനീയർമാരും വലിയ എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡും ആയ ആളുകളാണ്. ഞാനന്ന് ഇങ്ങോട്ട് വരേണ്ട ദിവസമാണ്. അപ്പോ അതിലൊരു മുജാഹിദുണ്ട്, നല്ല താടിയൊക്കെ വെച്ച പ്രവർത്തകരുണ്ട്. പിന്നെ വേറൊന്ന് തീജാരി തെരീക്കത്തുകാരനുണ്ട്. പിന്നെ കുറെ ജനറൽ ആളുകളുണ്ട്. ഒരു നമ്മുടെ അനുഭാവിയുണ്ട്. അയാളിങ്ങനെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നാ. അപ്പൊ ഞാൻ അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഈ ആചാരങ്ങളും മറ്റൊക്കെ വലിയ സംശയങ്ങളും മറ്റൊക്കെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളൊന്ന് മനസ്സിലാക്കാനും കൂടി പറയാണ്. ചോദിച്ച്, ആ നാട് എവിടെയാണ്? കാപ്പാട്. ഹോ കോഴിക്കോട് കാപ്പാടാളല്ലേ? കോഴിക്കോട് കാപ്പാട് എന്ന് പറഞ്ഞാൽ വാസ്കോഡി ഗാമ ആദ്യമായിട്ട് വന്ന സ്ഥലം 1498 വാസ്കോഡി ഗാമ കോഴിക്കോട് കടപ്പുറത്ത് വന്നത്. ഇപ്പോൾ അത് കോഴിക്കോട് കാപ്പാടാണോ അല്ല കൊയിലാണ്ടിയാണോ കോഴിക്കോടാണോ എന്നൊക്കെ ഒരു ചർച്ചാ വിഷയമാണല്ലോ. അപ്പം വാസ്കോഡി ഗാമ കേരളത്തിൽ വന്ന് ഇന്ത്യയിൽ വന്നിട്ട് 515 കൊല്ലായി. ഇതേ സമയത്താണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മുടെ മലപ്പുറത്ത് എവിടെ വന്നത്? പൊന്നാനി വന്ന്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് 507-ാമത്തെ ആണ്ടുമാണ്. കോഴിക്കോട് കടപ്പുറത്ത് വാസ്കോഡി ഗാമ വന്നു. എന്തു ചെയ്തു? വാസ്കോഡി ഗാമ കോഴിക്കോട് കടപ്പുറത്തേക്ക് വന്നത് പല പ്രാവശ്യം ഗുരുഹോപ്പിൽ വന്ന് മുടങ്ങിപ്പോയി. അവസാനം അറബി കപ്പിത്താനായിരുന്ന മാജിദ് റളിയല്ലാഹുവിനെ കണ്ട് മാജിദ് റളിയല്ലാഹുവിന് സാമരിക്കുള്ള കത്ത് വാങ്ങി അങ്ങനെ റൂട്ട് ചോദിച്ചു വന്ന് അവസാനം കോഴിക്കോട് ബിസിനസ് തുടങ്ങി. ഇവിടെ നൂറ്റിക്കൊണ്ടുപോയി അവസാനം പലപ്പോഴും വിദേശ രാഷ്ട്രങ്ങളുടെ കോളനിയായി ഇന്ത്യ മാറേണ്ടി വന്നു. ധാരാളം സമരങ്ങൾ നടക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് അനാഥകൾ വന്നു. ആയിരക്കണക്കിന് വിധവകൾ വന്നു. ലക്ഷക്കണക്കിന് അനാഥകൾ വന്നു. ഇന്ത്യ മുടിഞ്ഞത് മുഴുവൻ മുടിഞ്ഞു, മുഴുവൻ തകർന്നു. അതേ സ്ഥാനത്ത് 800 കൊല്ലം മുസ്ലിമീങ്ങൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ഈ ഭരിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം ഇന്ത്യ കേരളത്തിന്റെ കഅബയുടെ കീഴിലാവണം, മക്കയുടെ കീഴിലാവണം എന്നൊരാളും പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇന്നേ വരെ ലോകത്തിന് ആരും ചെയ്തിട്ടില്ലാത്ത ഇന്ത്യക്ക് ചെയ്തിട്ടില്ലാത്ത മഹത്തായ സംഭാവനയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇന്ത്യക്ക് ചരിത്രമെന്നൊന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഒരു ചരിത്രം ഒരു ഭാഷയിലും എഴുതപ്പെട്ടിട്ടില്ല. ആദ്യമായി ഇന്ത്യയുടെ ചരിത്രം എഴുതപ്പെട്ട ഏത് ഭാഷയിലാണ്? ആരാണ്? സൈനുദ്ദീൻ അടുത്തു മരിച്ച ഗോവിന്ദപിള്ള വലിയ ചരിത്രകാരനും ചിന്തകനും എഴുത്തുകാരനുമായില്ലേ പറഞ്ഞു, ചരിത്ര രചനയെന്നല്ല ചരിത്ര പഠനത്തിൽ തന്നെ ആദ്യമായി സൈനുദ്ദീനാണ് രചിച്ചത്, തുടക്കമിട്ടത്. മൂലം അറബിയിലാണെങ്കിലും വിഷയം ചരിത്രമായിരുന്നു. പക്ഷേ ഇന്നും കേരളത്തിൽ
ആദ്യമായിട്ട് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇന്ന് നമ്മുടെ അക്കാദമിക് ഡയറക്ടർ KKM കുറുപ്പ് ഏത് മീറ്റിംഗിലുണ്ടോ അവിടെ ഒക്കെ പറയും. ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ജൈനുദ്ദീൻ മഖ്ദൂമിനെ കുറിച്ച് പറയാതെ കേരളത്തിന്, ഇന്ത്യക്ക് ചരിത്രം പറയാൻ യാതൊരു അർഹതയും ഇല്ല. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഫറൂഖ് കോളേജിൽ ഹിസ്റ്ററിക്കൽ കോൺഫറൻസ് നടന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹിസ്റ്ററിക്കൽ കോൺഫറൻസ്. ആ വന്നവർക്ക് ഫറൂഖ് കോളേജിൽ മുഴുവൻ കൊടുത്തിരുന്നത് തുഹ്ഫത്തുൽ മുജാഹിദീനായിരുന്നു. തുഹ്ഫത്തുൽ, കാരണം എന്തുകൊണ്ട്? ഇന്ത്യക്ക് ആദ്യം തുടങ്ങിയ ചരിത്രം. എന്നാൽ ഇന്നും ഇന്ത്യ ചരിത്രത്തിന്റെ വിഷയത്തിൽ വളരെ പിന്നിലാണ്. ഇപ്പോ ഈ ഇരിക്കുന്നവരോടൊക്കെ ചോദിച്ചു നോക്കുക, എന്ത് നമ്മളൊക്കെ വാപ്പാര് നമ്മൾ പേര് പറയും അല്ലേ? എല്ലാവരും പറയും. വാപ്പന്റെ വാപ്പനെ 90% ആളുകളും പറയും. മൂന്നാമത്തെ വാപ്പനെ എത്ര ആൾക്ക് പറയാൻ കഴിയും? ഒരു 50% ആള് പറയുന്ന വഴി വെക്കുക. നാലാമത്തെ വാപ്പനെ 1% ആള് പറയോ? നാലാമത്തെ ഒരു വാപ്പനെ 1% ആള് പറയോ? നമുക്ക് വാപ്പല്ലാതെ ഉണ്ടായതാണോ? ഇല്ല. പക്ഷേ നമ്മൾ എന്താകുന്നില്ല, ചരിത്രം എഴുതി വെക്കുന്നില്ല. ഇന്നും നമ്മുടെ അപജയം, നമ്മുടെ പരാജയം നമ്മൾ ചരിത്രം ശ്രദ്ധിക്കുന്നില്ല. മാത്രല്ല ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ബർത്ത്ഡേറ്റ് പറയും. എന്തുകൊണ്ട്? നമ്മുടെ വില്ലേജ് അത് വളരെ കർശനമാക്കിയത് കൊണ്ട്. പൂർവീകരൊക്കെ കൊട്ടക്കണക്കിന് ഇങ്ങനെ പറയാം, അന്നായിരിക്കുമെന്ന് പറയും. നമ്മൾ ചരിത്രം എഴുതി വെക്കുന്നില്ല. എങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ ആരാണ്? അബ്ദുള്ള. അവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്. അവരുടെ വാപ്പ ഹാഷിം. അവരുടെ വാപ്പ അബ്ദുൽ മനാഫ്. അവരുടെ വാപ്പ പടച്ചോനെ നമ്മൾ മറക്കതൊക്കെ. നമ്മൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പ അബ്ദുള്ള. അവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്. അവരുടെ വാപ്പ ഹാഷിം. അവരുടെ വാപ്പ അബ്ദുൽ മനാഫ്. അവരുടെ വാപ്പ ഖുശയ്യ്. അവരുടെ വാപ്പ കിലാബ്. ഇങ്ങനെ തുടങ്ങി 20 വാപ്പമാരുടെ പേര് ഒറ്റ ശ്വാസത്തിൽ വരുന്നു. നമ്മളെ 4ാമത്തെ വാപ്പ വരിച്ചിട്ട് 50 കൊല്ലമായിട്ട് ഉണ്ടാവുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു വാപ്പ വരിച്ചിട്ടോ 1600 കൊല്ലം കഴിഞ്ഞു. 20ാമത്തെ വാപ്പ വരിച്ചിട്ട് 2000 കൊല്ലം കഴിഞ്ഞു. ഇന്നും അത് പറയുന്നു. എന്തുകൊണ്ട്? നമ്മൾ റബീഉൽ അവ്വൽ കഴിക്കുന്നത് കൊണ്ട്, ആണ്ടുകളും മൗലിദുകളും കഴിക്കുന്നത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്, അപ്പോ നമ്മുടെ മുസ്ലിമീങ്ങൾ ചെയ്ത സംഭാവനകളും ചരിത്രങ്ങളും, ഈ ചരിത്രങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇന്ന് ആണ്ടുകളും മൗലിദുകളും നേർച്ചകളും കഴിക്കണം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ മാഷാ അല്ലാഹ് ആ താടി വെച്ച പ്രവർത്തനം ആദ്യം കൈപിടിച്ച് ചുംബിച്ചു പോയി എന്ന് മാത്രല്ല, അന്ന് തന്നെ ഞാൻ മറ്റേ സഹോദരൻ പറഞ്ഞു, രാത്രി വീട്ടിലെ കുത്തുബിയത്തില് കൂടുന്ന അവസ്ഥയിൽ കൂടി. അപ്പൊ ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് നമ്മൾ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാട്ടെ. അപ്പം നമ്മൾ ഹാഷിമിയ്യ്, മുത്തലിബിയ്യ് അഥവാ തങ്ങന്മാർക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. പക്ഷേ തങ്ങന്മാരെ വെറുതെ വിടാനും പാടില്ല. ഞാനിത് പറഞ്ഞിട്ട് നിങ്ങളെ നാട്ടിൽ എവിടെയെങ്കിലും എനിക്ക് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഒരു കാരണവശാലും നിങ്ങൾ സക്കാത്ത് ഞാൻ ഒരു നിലക്കും അതിനർഹനല്ല, വാങ്ങാൻ ഒരു നിലക്കും പാടില്ല. അത് ഞാൻ വളരെ മുമ്പ് 10-25 കൊല്ലം മുമ്പ് കരുവന്തി പള്ളിയിൽ ഇമാമത്തിനൊരു കാലുണ്ടേനി ഇവിടെ. അപ്പൊ ഇങ്ങനെ രാത്രി പള്ളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് കുറച്ച് കാശ് ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാവരും വന്ന് ചോദിക്കല്ലോ, അമ്പാല് ഇതെന്താ പൈസ എന്ന് വെച്ച്. സക്കാത്താണോ ചോദിച്ചാൽ ആ സക്കാത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു, എനിക്ക് സക്കാത്തൊന്നും വാങ്ങാൻ പറ്റൂല, ഞാൻ തങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും എനിക്കറിയില്ല, എനിക്ക് സക്കാത്തൊന്നും എനിക്കറിയില്ല, ഞാൻ എന്റെ കയ്യിലുള്ള കാശ് ഇങ്ങനായിട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സക്കാത്ത് എന്താണ്, സദഖ എന്താണ്, ഹിബത്ത് എന്താണ്, ഹദിയ എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമ്മൾ അവർ ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായി തെറ്റിദ്ധരിക്കുന്ന ഒരു മസലയാണ്. ശത്രുക്കൾ വളരെ മോശമായി പറയുന്ന ഒന്നാണ്, വാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചു, എന്നാൽ മകന്റെ കുട്ടിക്ക് ഇസ്ലാമിന് സ്വത്ത് ഉണ്ടാകൂല. ഇതാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ വളരെ കണിശമായി പറയുന്ന ഒന്ന്. ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മാത്രമാണ് പറയുന്നത്. അതായത് വാപ്പ മരിച്ചു, നമ്മളെ വാപ്പാര് മരിച്ചു, 10 മക്കളുണ്ട്, 10 ഏക്കർ സ്വത്തും വാപ്പന്റെ അടുത്തുണ്ട്. ചെറിയ മകന് 10 കുട്ടികളുണ്ട്, 8 കുട്ടികളുണ്ട്. ഈ മകനങ്ങ് മരിച്ചു. എല്ലാവർക്കും 1 ഏക്കർ കൊടുക്കും പോലെ ഈ ചെറിയ മകന്റെ 10 കുട്ടിക്ക് 1 ഏക്കർ കൊടുത്താൽ എന്താ മക്കള് കാട്ട് ചെയ്യും? വാപ്പ കൊടുത്ത എന്തല്ല, 1 ഏക്കറല്ല കൊടുക്കേണ്ടത്. അടുത്ത കാലം വരെ നമ്മുടെ പൂർവികരൊക്കെ ആ പരും പറമ്പും വേണ്ടതൊക്കെ ആർക്ക് കൊടുക്കലാണ്?
ഈ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഇസ്ലാം അവിടെ വളരെ കണിശമായി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഖുർആനിൽ ഇങ്ങനെ എത്ര സ്ഥലത്താണ് സ്വത്ത് ഓഹരി ചെയ്യേണ്ട നിങ്ങളെ കഴിഞ്ഞുകൂടെ മറ്റു കുട്ടികളെ നോക്കേണ്ട ബാധ്യത എന്റെ കയ്യിലുള്ളത്. അപ്പൊ ആയതുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് സമ്മതം തരണം. ഞാൻ എന്റെ എല്ലാവർക്കും ഓരോ ഏക്കർ ഉണ്ടാകുമല്ലോ, നിങ്ങൾക്ക് അധ്വാനിക്കാൻ കഴിയുമല്ലോ, നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമല്ലോ. ഞാൻ ഇവർക്ക് ഈ പെരും പറമ്പും ഒരു 2 ഏക്കർ ആരെ പേരിൽ എഴുതി കൊടുക്കട്ടെ, ഇവരെ പേരിൽ എഴുതി കൊടുക്കട്ടെ. അപ്പോൾ വാപ്പ കൂടുതൽ പരിഗണിക്കാനും കൂടുതൽ സ്നേഹിക്കാനും കുട്ടികളെ കൂടുതൽ ബഹുമാനിക്കാനുമാണ് ഇസ്ലാം അവിടെ കൽപ്പിച്ച് അവരെ വഴിയാധാരം അവിടെ സ്ഥാപിച്ച് ആ വശം മനസ്സിലാക്കാതെ വെറും എന്തെങ്കിലും പറഞ്ഞ് കുതറുന്നൊരു സ്വഭാവം അത് വളരെ അപകടമാണ്. ഇസ്ലാമിന്റെ അവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ചരിത്രങ്ങളും മറ്റുമൊക്കെ. അപ്പൊ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ഏതു മാത്രമാണ്? 8 വിഭാഗത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ട. 8 സക്കാത്ത് കൊടുക്കേണ്ടത്. 8 വിഭാഗത്തിന് കൊടുക്കാൻ പറ്റൂല. ഇനി അല്ല, ഇപ്പൊ 8 സാധനത്തിന് സക്കാത്ത് കൊടുക്കണം. 8 സാധനത്തിന് സ്വർണം വെള്ളി ഇങ്ങനെ പിന്നെ 8 വിഭാഗത്തിന് കൊടുക്കാൻ പറ്റൂല. ഇനി കൊടുക്കേണ്ട 8 വിഭാഗം എല്ലാം 8 എന്ന് മനസ്സിലാക്കിയാൽ നല്ല സുഖം നമുക്ക് മനസ്സിൽ ഓർമ്മക്കാൻ. 8 എണ്ണത്തിനാ സക്കാത്ത് കൊടുക്കേണ്ടത്, 8 കൊടുക്കാൻ പറ്റൂല. ഇനി പറയാനുള്ളത് 8 ആളുകൾക്കാണ് 8 വിഭാഗത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അവർ എത്ര വീതമാണ് കൊടുക്കേണ്ടത് എന്നുകൂടി ഇൻഷാ അള്ളാഹ് പറഞ്ഞ് നമുക്ക് സംശയങ്ങൾ മറ്റൊക്കെ നമുക്ക് കടക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്ക് വുളു എടുത്ത് കഴിഞ്ഞ് ഇൻഷാ അള്ളാഹ് നിങ്ങൾ പറമ്പ് വാങ്ങി എന്നോട് നിങ്ങൾ പറമ്പ് വാങ്ങി അഡ്വാൻസ് കൊടുത്തു. ഞാൻ പറമ്പ് നിങ്ങളെ കൈവശം ഏൽപ്പിച്ചിക്കണോ? കൈവശം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ആധാരം ഒന്നുമല്ല അവിടെ പ്രശ്നമുള്ളത്. അഥവാ ഇസ്ലാമിൽ അത് എനിക്കത് മിൽക്കാവണമെങ്കിൽ എന്താവണം? നിങ്ങൾക്ക് ഞാനത് കൈവശം തരണം. നിങ്ങൾക്ക് ഞാനത് കൈവശം തരാത്ത ആധാരം രജിസ്റ്റർ ചെയ്ത് ഇസ്ലാമിൽ അതിന് ഈ ആധാരത്തിന് എങ്ങനെ അത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു തീരുമാനമാണ് ഈ ആധാരം രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ്. ഇസ്ലാമിലുള്ള അവകാശം എന്ന് പറയുകയാണെങ്കിൽ കബിൽ വീഴ്ത്തു വസ്ത്രയിത്തു വിറ്റു വാങ്ങി എന്നിട്ട് ഞാൻ അതിന് എന്നിലേക്ക് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ആധാരം ഒന്നും എഴുതി തന്നില്ല നിൽക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ ആരുടേതായി മാറി? അവരുടേതായി മാറി. അതേ സ്ഥാനത്ത് ആധാരം ഇപ്പൊ ഇന്ന് നമ്മളൊക്കെ വെറും എഴുത്ത് കുത്ത്. അതുകൊണ്ട് തന്നെ പല നട്ടങ്ങളും ഈ ആൾമാറാട്ടങ്ങളും ഞാൻ എഴുത്തില്ല എന്ത് പ്രാപെടുക്ക് പറമ്പ് കൽപ്പനയിൽ കബുലിനാണ് കൈവശം. അപ്പൊ നിങ്ങൾ ഈ പറമ്പ് അന്നുകൾക്ക് ഞാൻ ഉടമാവകാശമാക്കി ഈ 50 ലക്ഷം ഉറുപ്പ്യ നിങ്ങൾ എനിക്ക് തന്നു. എന്നാൽ ഈ 50 ലക്ഷം ഉറുപ്പ്യക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആളാരാണ്? ഞാനാണ്. അതേ സ്ഥാനത്ത് തന്നു, ഞങ്ങൾക്ക് ഉടമാവകാശാക്കിയിട്ടില്ല. എപ്പോഴേ ഉടമാവകാശമായി തരുന്നുള്ളൂ? പിന്നെ മുഴുവൻ പൈസ കൂടുതൽ പൈസ അല്ലെങ്കിൽ നിങ്ങൾ എന്താ രജിസ്റ്റർ ചെയ്യും എപ്പോഴും. അപ്പൊ ഈ പൈസ ആർക്ക് മിൽക്കായിട്ടില്ല? എനിക്ക് മിൽക്കായിട്ടില്ല. അതാരൊക്കെ മിൽക്കിലാണുള്ളത്? നിങ്ങളുടെ മിൽക്കിലാണ്. അപ്പൊ അതൊരു വദിയത്ത് പോലെയുള്ളത്, അതൊരു സൂക്ഷിപ്പ് സ്വത്ത് പോലെയാണ് എന്റെ കയ്യിൽ. അപ്പൊ ആര് കൊടുക്കേണ്ടി വരും? അതേ സ്ഥാനത്ത് ഈ 50 ലക്ഷം തരലോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? കൈവശം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 1 കോടിക്ക് എന്തായി? ആ കൈവശം തരലോടുകൂടെ എന്തായി? നിങ്ങളുടേതായി മാറിയത്. അപ്പൊ ഈ 50 ലക്ഷം എന്തായി? എന്റേത് ആയി മാറി. പിന്നെ 50 ലക്ഷം കിട്ടാനുള്ളതായി മാറി. 50 ലക്ഷം ആ കിട്ടുന്ന സമയത്ത് ഞാൻ സക്കാത്ത് 1.5 കോടിയാണെങ്കിൽ 1 കോടി നിങ്ങൾ എനിക്ക് തരാനുണ്ട്. എന്തായതുകൊണ്ട് 50 തന്നതുകൊണ്ട്. പക്ഷേ ആ 1 കോടി നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു 2 കൊല്ലം കഴിഞ്ഞിട്ടേ എന്താകുള്ളൂ തരുള്ളൂ. എന്നാ 2 കൊല്ലാകുന്നവരെ എനിക്ക് എന്തായിട്ടില്ല? മിൽക്കായിട്ടില്ല. പറയാൻ അപ്പൊ ഞാൻ ഈ 50 ലക്ഷം രൂപ അഡ്വാൻസ് ഞാൻ സക്കാത്ത് കൊടുക്കണം. അഡ്വാൻസ് എന്നല്ല അവിടെ നോട്ടം, കബുളുണ്ടോ എന്ന്. കാര്യം ഞാൻ ഏൽപ്പിക്കേണ്ടത്. പിന്നെ ഞാൻ 50 ലക്ഷം രൂപ നിങ്ങളെ കയ്യിൽ തന്നു. 1.5 കോടിക്കാണ് ഭൂമി നിങ്ങൾ എനിക്ക് തന്നത്. എനിക്ക് കൈവശം തന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ പൈസ നിങ്ങളുടെ ഉണ്ട്, ഭൂമിന്റെ അവകാശം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളെ കാശ്
കാശാണ്, 50 ലക്ഷം രൂപ നിങ്ങളെ കാശാണ്, എന്റെ കാശല്ല. അപ്പൊ ഞാൻ 50 ലക്ഷത്തിന് കാശ് കൊടുക്കണം. ആ വദിയത്ത് പോലെയാണ്, അത് നിങ്ങൾ കാശ് കൊടുക്കണം. അതേ സ്ഥാനത്ത് ഞാൻ നിങ്ങൾക്ക് എന്തായിട്ടുണ്ടെങ്കിൽ കൈവശം തന്നിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് തേങ്ങ വലിക്കുന്നത് നിങ്ങളാണ്, അവിടെ നിങ്ങൾ എല്ലാം ചെയ്യുന്നു. അപ്പം പിന്നെ ആര് സക്കാത്ത് കൊടുക്കേണ്ടി വരും? നിങ്ങളുടെ കൈവശം അതെന്റെ സ്വത്തായി മാറി. അതിന് 50 ലക്ഷം റുപ്യ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും എന്തേ ചെയ്യേണ്ടതുള്ളൂ? ആ ഒരു 50 ലക്ഷം റുപ്യ ഞാനൊരു കൊല്ലം കേടുവരാതെ കയ്യിൽ സൂക്ഷിച്ചാൽ 50 ലക്ഷത്തിന് 1.25 ലക്ഷം റുപ്യ ഞാൻ സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ 50 ലക്ഷം ഞാൻ വാങ്ങി എന്റെ മകൾക്ക് പരണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ പള്ളിക്ക് കൊടുത്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഞാൻ ചെലവഴിച്ചു, ഞാൻ എന്താക്കേണ്ടതില്ല സക്കാത്ത്. അപ്പൊ ഇവിടെ പ്രത്യേകം കൊടുക്കലും വാങ്ങലും അല്ല പ്രശ്നം. ഖബദ് ഏൽപ്പിക്കുന്നുണ്ടോ ഇല്ലേ, കൈവശം ഏൽപ്പിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നിസ്കരിച്ചിട്ട് പറയല്ലേ ഇൻഷാ അല്ലാഹ്. ഇനി വളരെ പ്രധാനപ്പെട്ടാണ് ഇനി പറയാനുള്ളത്, അഥവാ എന്ത് കൊടുക്കേണ്ട ആളുകൾ എത്രയാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കാമോ കൂട്ടുകാരെ? അൽഹംദുലില്ലാഹ്, മഅദിനിൽ നിന്നുള്ള സക്കാത്ത് അതുപോലെയുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വളരെ വിശദമായ ഒരു പഠന ക്ലാസ്സാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അസ്ർ നിസ്കാരത്തിന് ശേഷം ആ ലൈവ് തന്നെ നമ്മിലേക്ക് വീണ്ടും തിരിച്ചെത്തും. കച്ചവടക്കാർക്കും അതുപോലെ കാശിന്റെ ഇടപാടുകൾ നടത്തുന്നവർക്കും ഒക്കെ വളരെയധികം മസലകൾ പഠിക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണ്. ഇനി സംശയ നിവാരണത്തിനുള്ള സെഷനാണ് ഇനി ബാക്കിയുള്ളത്. ആളുകളൊക്കെ അവരുടെ സംശയങ്ങൾ ചോദിച്ച് അതിൻ്റെ ആൻസർ മനസ്സിലാക്കുന്നത് നമ്മുടെ ക്ലാസ് റൂമിലൂടെയും റേഡിയോയിലൂടെയും ഒക്കെയുള്ള ആളുകളും വളരെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കണം എന്നറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സാമ്പത്തിക ശുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സാമ്പത്തികമായ ശുദ്ധി ഇല്ലെങ്കിൽ വളരെ വലിയ പ്രശ്നം നമ്മൾ നാളെ ഹിസാബിന്റെ നാളിൽ യൗമുൽ ഹിസാബിൽ അഭിമുഖീകരിക്കേണ്ടി വരും. ഓരോ ചില്ലിക്കാശിന്റെയും കണക്ക് നമ്മൾ അവിടെ വളരെ കൃത്യമായി ബോധിപ്പിക്കേണ്ടി വരും. എങ്ങനെ സമ്പാദിച്ചു എന്നും ഏത് രൂപത്തിൽ ചിലവഴിച്ചു എന്നുമൊക്കെ. അപ്പോൾ സക്കാത്ത് കൊടുക്കാതെ കെട്ടിവെച്ച പണമൊക്കെ വലിയ സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മെ കടിക്കുമെന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരം ക്ലാസുകളൊക്കെ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ 1.5 വയസ്സുള്ള മോൾക്ക് നീനുമോൾക്ക് ന്യൂമോണിയ ബാധിച്ച് ശ്വാസതടസ്സം കാരണമായിട്ട് ഇപ്പോൾ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റാണ്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. ദുആയേക്കാൾ വലിയ ഒരു മരുന്ന് വേറെ ഇല്ല തന്നെ. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ട് എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മോൾക്കും അതുപോലെ നമ്മുടെ വാസിൽ മോനെ സുഖമില്ല, പനിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരാൾ ഉമ്മക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ രോഗികളായിട്ടുള്ള എല്ലാവർക്കും എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കുട്ടികൾക്ക് അസുഖം വന്നാൽ നമ്മുടെ മനസ്സിനെ അത് വല്ലാതെ ബാധിക്കുന്നതെന്നാണ്. നമുക്ക് അസുഖം വന്നാൽ നമ്മളത് സഹിച്ചേക്കാം, പക്ഷെ നമ്മുടെ പിഞ്ചു മക്കൾക്ക് അസുഖം വന്നാൽ അത് വലിയൊരു വേദനയായി മനസ്സിൽ നിലകൊള്ളും. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം എന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ കണ്ണമംഗലം സാഹിബിന്റെ ഉമ്മാക്ക് ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്കും എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യം തിരിച്ചു നൽകട്ടെ. അതുപോലെ നമ്മുടെ ഷിഹാബ് സവാമയുടെ ഉമ്മ, ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിൻ്റെ
ഈ പരിശുദ്ധ റമളാന്റെ പുണ്യം കൊണ്ട്, ഈ പരിശുദ്ധ റമളാന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്വം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ശിഫ നൽകുമാറാവട്ടെ. ആമീൻ. അല്പസമയത്തെ ഇടവേളയാണ് അസ്ർ നിസ്കാരാനന്തരം. ഇൻഷാ അല്ലാഹ് ആ ലൈവ് തന്നെ നമ്മിലേക്ക് തിരിച്ചെത്തും. ഇന്നത്തെ തജ്വീദ് ക്ലാസ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ മിസ്സാവാൻ സാധ്യതയുണ്ട്. ഹാഫിദ് മജീദ് സഖാഫി ഉസ്താദിനെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ബന്ധപ്പെടണം. ഉസ്താദ് വന്നിട്ട് പിന്നെ മടങ്ങുക എന്നുള്ളത് ശരിയല്ല. ഉസ്താദ് ഇപ്പോൾ നിസ്കാരത്തിലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. അൻവർ ഉസ്താദ് ക്ലാസ് റൂമിലുണ്ടോ? ഉണ്ടെങ്കിൽ അല്പസമയം മൈക്കിലേക്ക് വന്നാലും, ഇല്ലെങ്കിൽ മറ്റുസ്താദുമാരാരെങ്കിലും ലൈവായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് റെക്കോർഡ് എന്തെങ്കിലും കേൾക്കാം. ലൈവ് വരുന്നത് വരെ ഒക്കെ ഓൺലൈൻ സുന്നി എത്തിയിട്ടുണ്ട് മൈക്കിലേക്ക്. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കേണ്ടത് പരിപാലനത്തിന്റെ ചെലവ് കഴിഞ്ഞാൽ പിന്നെ കടം വീട്ടണം. നമുക്കറിയാമല്ലോ, കടത്തോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടാവില്ല, അടിയന്തരം കഴിച്ചിട്ട് കാര്യമുണ്ടാവില്ല, മറ്റു കാര്യങ്ങൾ കൊണ്ട് മയ്യത്തിന് ഗുണം കിട്ടുകയില്ല. അതുകൊണ്ട് ആ കടങ്ങളൊക്കെ ഒരാൾ ഏറ്റെടുത്തിരിക്കണം. ഏറ്റെടുക്കുമ്പോൾ ഈ മയ്യത്തിന്റെ കടബാധ്യതകൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം. മാത്രമല്ല, ഏറ്റെടുത്തത് കൊണ്ട് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കടം ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾ ഏറ്റെടുത്താൽ ആ കടത്തിൽ നിന്ന് ആ വ്യക്തി ഒഴിവാകുന്നതാണ്. മരിച്ച മയ്യത്ത് അങ്ങനെയല്ല. മരിച്ച മയ്യത്തിന്റെ കടം ജീവിച്ചിരിക്കുന്ന ഒരാൾ ഏറ്റെടുത്താൽ ഏറ്റെടുത്തത് കൊണ്ട് മയ്യത്ത്